പുരുഷന്മാരുടെ കലയായിട്ട് തന്നെയാണല്ലോ ഇപ്പോഴും കഥകളി കാണുന്നത്, പ്രത്യേകിച്ചും പാട്ട്. അവരുടെ അത്ര നമ്മുടെ ശബ്ദത്തിന് അത്ര ഫ്രീക്വൻസി ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണ് ആളുകളുടെ ഒരു കാഴ്ചപ്പാട്. പുതിയ തലമുറ ഇപ്പോൾ ശബ്ദങ്ങളും അതിപ്പോൾ നൃത്തരൂപങ്ങളായാലും കഥകളിയായാലും തുള്ളലായാലും എല്ലാത്തിലും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വന്നു തുടങ്ങി. എല്ലാത്തിലും എല്ലാ ആർട്ട് ഫോംസിലും ഇത് അനുഭവിക്കുന്നുണ്ടാവും. പൊതുവെ ഞങ്ങൾ ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ ഈ പറഞ്ഞ ജോൺപുരി വ്യത്യാസങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അത് ഞങ്ങൾ പറയാറുണ്ട്, ഞാനിടുന്ന ലിസ്റ്റ് ആവില്ല കച്ചേരിക്കൊക്കെ, ദിവെടുത്തിടുന്നത് വേറെ ടൈപ്പായിരിക്കും. ചിലപ്പോൾ അതോ ഈ ഓപ്പോസിറ്റ് അട്രാക്ഷൻ അറിയില്ലേ, ചിലപ്പോൾ അതോ ഞങ്ങളെല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഡിഫറൻസാണ്. ഈ വൈരുദ്ധ്യമാണ് ഈ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു അഭിനയ സംഗീതമാണല്ലോ, മറ്റുള്ള മ്യൂസിക് പോലെ അല്ലല്ലോ കഥകളി. ഇപ്പം അതൊക്കെ ഒരു സ്വതന്ത്ര സംഗീതമാക്കാൻ നോക്കുന്നുണ്ട് ഇന്നത്തെ കാലത്തെ കഥകളി സംഗീതത്തിന്. മറ്റത് നടനനുസരിച്ച് പാടണ്ടേ എന്നുള്ളത്. കഥകളി ഗായകരുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ആ പരിമിതികൾ തന്നെയാണ്. നമസ്കാരം. ഭാവമാണ് കഥകളി സംഗീതത്തിൻ്റെ അടിത്തറ. 5 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള കഥകളിയിലെ പാട്ടനുഭവം ഇപ്പോഴും പൊതുവിൽ പുരുഷ ശബ്ദത്തിലാണ്. മാറിയ കാലത്ത് നന്നേ പതുക്കെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നത് കാണാതിരിക്കാൻ വയ്യ. ആ മാറ്റത്തിന് സ്വരം പകർന്ന 2 ഗായികമാർ, ശ്രീമതി ദീപ പാലനാടും ശ്രീമതി മീര രാംമോഹനും ഇന്ന് നമ്മോടൊപ്പം ഈ അഭിമുഖത്തിലുണ്ട്. കഥകളി വേദികളിൽ മാത്രമല്ല, ശാസ്ത്രീയ സംഗീത കച്ചേരികൾ മുതൽ ഫ്യൂഷനുകളിൽ വരെ ആസ്വാദകർക്ക് ഏറെ പ്രിയപ്പെട്ട ശബ്ദമാണ് ഇവർ ഇരുവരും. സുപ്രസിദ്ധ കഥകളി സംഗീതജ്ഞൻ ശ്രീ പാലനാട് ദിവാകരൻ്റെ മകളാണ് ദീപ. പുതിയ കാലത്തെ ഏറെ പ്രസിദ്ധനായ കഥകളി ഗായകൻ ശ്രീ നെടുമ്പള്ളി രാംമോഹൻ്റെ ഭാര്യയാണ് മീര. ധാരാളം വേദികളിൽ ഇവരെ ഒരുമിച്ച് കാണാറുണ്ടെങ്കിലും ഒരു അഭിമുഖത്തിന് ഇവർ ഒന്നിച്ചെത്തുന്നത് ആദ്യമാണ്. പദമുറച്ച് പാടുന്ന കഥകളിൽ നിന്ന് പാടിപ്പറഞ്ഞു പോകേണ്ട കാര്യങ്ങളിലേക്ക് അവരോടൊപ്പം നമുക്ക് അല്പനേരം സഞ്ചരിക്കാം. ഇരുവർക്കും മനോരമയുടെ സ്നേഹസ്വാഗതം. കേരളത്തിലൊരു വനിതാ കഥകളി സംഘം ഉണ്ടായതിൻ്റെ 50ാം വാർഷിക വേളയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആദ്യകാലത്ത് കഥകളി വേഷങ്ങൾ അഭിനയിക്കാൻ തന്നെ വനിതകളെ കിട്ടാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കഥകളി പാട്ടിലും ഇപ്പോൾ ശൈലജ വർമ്മയെ പോലുള്ളവർ, കുമാരി വർമ്മയെ പോലുള്ളവർ, അല്ലെങ്കിൽ സദനം സിസ്റ്റേഴ്സിനെ പോലുള്ള ആളുകളൊക്കെ ഈ രംഗം വേണമെങ്കിൽ വഴി വെട്ടിത്തുറന്ന് വന്ന ആളുകളാണെന്ന് പറയാം. പക്ഷേ ആ രംഗത്ത് കുറേ കൂടി സജീവമായി നിൽക്കാനും നിലനിൽക്കാനും തീരുമാനിച്ചുറപ്പിച്ച് വന്ന 2 ആളുകൾ എന്ന് ആസ്വാദകർക്ക് തോന്നിയിട്ടുള്ള 2 പേരെന്നുള്ള രീതിയിലാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു 50 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ 50 വർഷം എന്ന് പറഞ്ഞാൽ കഥകളിയുടെ ചരിത്രമല്ല, ഒരു വനിതാ കഥകളി സംഘം കേരളത്തിൽ തൃപ്പൂണിത്തുറ കഥകളി സംഘം ഉണ്ടായിട്ട് അരനൂറ്റാണ്ട് എത്തിയിട്ടും ഈ പെൺ ശബ്ദം ഇപ്പോഴും കഥകളിയിലൊരു പിൻ ശബ്ദമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പെൺ ശബ്ദം ശരിക്കും പറഞ്ഞാൽ അതൊരു പുരുഷന്മാരുടെ കലയായിട്ട് തന്നെയാണല്ലോ ഇപ്പോഴും കഥകളി കാണുന്നത്, പ്രത്യേകിച്ചും പാട്ട്. അവരുടെ അത്ര നമ്മുടെ ശബ്ദത്തിന് അത്ര ഫ്രീക്വൻസി ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണ് ആളുകളുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഞങ്ങളെ അംഗീകരിക്കുന്നവർ ഉണ്ട്, അല്ലാത്ത പഴയ ആ പാരമ്പര്യത്തിൽ പോണ ആളുകൾ മറിച്ച് പറയണവരും ഉണ്ട്. അതങ്ങോട്ട് പുരുഷന്മാർ പാടിയാലേ അതങ്ങോട്ട് വരുള്ളൂ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. എന്നാലും ഞങ്ങൾക്കിപ്പോൾ ധാരാളം അരങ്ങുകൾ കിട്ടുന്നുണ്ട്, ഞങ്ങളെ അംഗീകരിക്കുന്നവരുണ്ട്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്, ഒരു ഭാഗ്യമാണ്. പൊതുവെ കേട്ട് ശീലിച്ച ഒരു ശബ്ദത്തിൽ നിന്ന് മാറി കേൾക്കുമ്പോഴത്തൊരു സുഖല്യായ പൊതുവെ പഴയ കേട്ട് വരുന്ന ഓഡിയൻസിന് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ എല്ലാ കലാരൂപങ്ങളും എല്ലാവരും അവതരിപ്പിക്കുന്ന ഒരു പുതിയ തലമുറ. അപ്പോൾ ശബ്ദങ്ങളും അതിപ്പോൾ നൃത്തരൂപങ്ങളായാലും കഥകളിയായാലും തുള്ളലായാലും എല്ലാത്തിലും സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം വന്നു തുടങ്ങി. എല്ലാത്തിലും എല്ലാ ആർട്ട് ഫോംസിലും ഇത് അനുഭവിക്കുന്നുണ്ടാവും പലതിലും. അതുപോലെ തന്നെയുള്ള ഈ പറഞ്ഞ 2 തരത്തിലുള്ള ഓഡിയൻസും ഉണ്ടാവാം. നമ്മളത് പ്രതീക്ഷിച്ചും കൊണ്ട് തന്നെ നമ്മൾ രംഗത്ത് കയറേണ്ടി വരും. മറ്റു തരം നൃത്തരൂപങ്ങളിൽ ഭരതനാട്യം പോലുള്ള മോഹിനിയാട്ടത്തിൽ പോലും ഇപ്പോൾ ആൺകുട്ടികളുണ്ട് ധാരാളം. അവിടെ കുറേ കൂടി നേരത്തെ ജെൻഡർ ഇക്വാലിറ്റി വന്നു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചാണ് അവിടെ സംഭവിച്ചത്.
സ്ത്രീകളായിരുന്നു ആദ്യം കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ പുരുഷന്മാർ കൂടുതൽ വരുന്നു എന്നുള്ളത്. ഭരതനാട്യമൊക്കെ പിന്നെ എത്രയോ അധികം ആളുകൾ എത്രയോ കാലമായിട്ട് തന്നെ അത് അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഇതിൻ്റെ കഥകളി പാട്ടിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്കുള്ള ഒരു തടസ്സമായിട്ട് ഇപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഒരു ശബ്ദ ഗരിമ വേണമെന്ന് തോന്നുന്നതോ, ഇപ്പോൾ ഈ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും എലത്താളത്തിൻ്റെയും ഇടയിൽ സ്ത്രീകളുടെ ശബ്ദം പതിഞ്ഞു പോകുന്നുള്ളൊരു തോന്നലാണോ, അല്ലെങ്കിൽ അങ്ങനെ കേൾപ്പിക്കാൻ സ്ത്രീകൾക്ക് പറ്റില്ല എന്നുള്ള ഒരു മുൻവിധിയാണോ? അതിനപ്പുറത്തേക്ക് വേറെ ചില പ്രശ്നങ്ങളുമുണ്ട്. അതായത് ഇപ്പോൾ രാത്രി മുഴുവൻ നിന്ന് പാടുക, കൂടുതലും കഥകളി അങ്ങനെയാണല്ലോ, രാത്രിയാണ്, അല്ലെങ്കിൽ ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള പ്രയാസം, ഇതെല്ലാം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? മുൻവിധി നല്ലോണമുണ്ട്. പലർക്കും അങ്ങനെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് കാണുന്നവരാണ് അത് ശരിയാവില്ല എന്ന്. പ്രത്യേകിച്ച് യുദ്ധപദങ്ങളൊക്കെ പാടുമ്പോഴേ ഈ 2 ചെണ്ടയും 2 മദ്ദളമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ശബ്ദം കേൾക്കണമല്ലോ. അപ്പോൾ പുരുഷ ശബ്ദത്തിൻ്റെ അത്രയ്ക്ക് നമ്മുടെ ശബ്ദം പോവില്ല എന്നുള്ളത് ആണ് വലിയൊരു ഘടകമായിട്ട് പറയണത്. ഞങ്ങൾ കുറേയൊക്കെ ശ്രമിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഇപ്പം മൈക്കിൻ്റെ ഒരു ഉപയോഗമൊക്കെ വളരെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ശബ്ദത്തിൻ്റെ ഒരു വ്യത്യാസം ഒന്നും ഇപ്പോൾ ഫീൽ ചെയ്യാനുള്ളൊരു ആ ഒരു തലത്തിൽ നിന്നൊക്കെ മാറി എന്നാണ് എനിക്ക് തോന്നണത്. ഒരു മൈക്ക് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു വൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. പക്ഷെ ഇപ്പോഴും ആ കാര്യത്തിലൊക്കെ കഥകളിയുടെ ഒരു ഇതിലൊക്കെ മാറ്റം വരേണ്ടിയിരിക്കുന്നുണ്ട്. പൊതുവേ പറയുന്നതാണ്, ചെണ്ട മദ്ദളം പോലെ ഹൈ ഫ്രീക്വൻസി ഹൈ വോള്യൂം ഉള്ള വാദ്യങ്ങളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമോ സ്ത്രീ ശബ്ദത്തിന് എന്നുള്ളതാണ് പലരും നേരിട്ട് ചോദിക്കാറുണ്ടത്. അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, വായിക്കുന്നവർക്കും അങ്ങനെ പറയാറില്ല. ചില ഓഡിയൻസ് അത് ഈ മുൻവിധിയിൽ പെടുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് ഇങ്ങനെ പറയേണ്ടത് അല്ലേ? അറിയില്ല, ഈ കേട്ട് ശീലം ഒരു വിഷയമാണ്, വലിയൊരു ഘടകമാണ്. രണ്ടാമത് പറഞ്ഞ ചില വിഷയങ്ങൾ, ഈ ശാരീരിക അധ്വാനം പോലുള്ള കാര്യങ്ങൾ, കഥകളിക്ക് വേഷമിടുന്നവർക്ക് മാത്രമല്ല, കഥകളിയിൽ പങ്കെടുക്കുന്ന ഏറെക്കുറെ മുഴുവൻ ആളുകൾക്കും ഈ ഉറക്കം നിന്ന് പാടുക, ഒരുപാട് നേരം വേദിയിൽ നിന്ന് പാടുക, ഇതെല്ലാം അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അധ്വാനം കുറച്ചധികം വേണ്ടി വരുന്നൊരു മേഖലയാണ് പൊതുവെ കഥകളിയിൽ. പൊതുവെ എനിക്ക് തോന്നണത് വേഷം അല്ലെങ്കിൽ കൊട്ട് ആ മേഖലയിൽ പെൺകുട്ടികൾ വരുമ്പോൾ അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് പാട്ടുകാർക്കും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ ഇലത്താളം പിടിച്ച് അല്ലെങ്കിൽ ചേങ്ങില കൈകാര്യം ചെയ്ത് മണിക്കൂറുകളോളം നിൽക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടിക്കൊള്ളണം എന്നില്ല. ചിലതിൽ കിട്ടും, ചിലപ്പോൾ കിട്ടാതെ വരും. ബുദ്ധിമുട്ടുണ്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ രംഗത്ത് നിങ്ങൾ 2 പേരിലെടുക്കുകയാണെങ്കിൽ അല്പം മുൻപേ വന്നൊരാളാണ് ദീപ, വൈകാതെ പുറകെ വന്നിട്ടുള്ള ഒരാളാണ് മീര. നിങ്ങൾ ഒന്നിച്ചാണ് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ പാലനാട് ദിവാകരൻ സാറിനെ കലാമണ്ഡലം ഉണ്ണിക്കുറുപ്പ് ആശാൻ പഠിപ്പിക്കുമ്പോൾ കേട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 3 വയസ്സിലൊക്കെ കേട്ട് പാടുമായിരുന്നു കേട്ടിട്ടുണ്ട്. മീരയാണെങ്കിലും അതേപോലെ തന്നെ താല്പര്യമെടുത്ത് ഈ രംഗത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിലെങ്കിലും നിൽക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ പറഞ്ഞ തരം മുൻവിധികളെയോ ഇത്തരം അധ്വാനങ്ങളെയോ ഒക്കെ മറികടക്കുന്നത് നിങ്ങളുടെ ഒരു പാഷൻ വെച്ചിട്ട് മാത്രമാണോ? സാഹചര്യം വലിയൊരു ഘടകമാണ്. പിന്നെ താല്പര്യം തന്നെയാണ്. അതിനോടുള്ള ഒരു എന്താ പറയുക, ഭക്തിയും കഥകളിപ്പാട്ടിനോടുള്ള ഭക്തിയും ഒക്കെ കൊണ്ട് പാഷൻ തന്നെയാണ് വലിയൊരു ഘടകം. സാഹചര്യം അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ഇതിലേക്ക് വന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഇതിന് ഒരു പാരമ്പര്യമോ അങ്ങനെയൊന്നുമില്ല. പാട്ട് കയ്യിലുണ്ട്. പൊതുവേ ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് കർണാട്ടിക് മ്യൂസിക്കാണ്. പിന്നെ ഇതുപോലൊരു അവസരങ്ങളിൽ ഞാനിങ്ങനെ പാടി വന്ന് പിന്നീട് കളിക്ക് പാടി അങ്ങനെയാണ് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞാണ്. നമ്മളിത് ഇങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ടല്ല ഇതൊന്നും. അരങ്ങത്ത് പ്രവർത്തിക്കുമ്പോഴാണ് പല ബുദ്ധിമുട്ടുകളും. അപ്പോഴാണ് ഞങ്ങൾക്ക് ചില റിഹേഴ്സലുകൾ തന്നെ ഈ അരങ്ങുകളാണ്, വേറെ മുൻ ഒരുക്കങ്ങളോ പ്രാക്ടീസുകളോ ഇല്ലല്ലോ. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഞാൻ ഓരോ സ്റ്റേജിലും അറിഞ്ഞുകൊണ്ടിരിക്കുകയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവാണല്ലേ? തീർച്ചയായിട്ടും. ഓരോ അരങ്ങുകളും ഓരോ അനുഭവവും ഓരോ സന്തോഷവും ഓരോ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അല്ല, അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഇത് നിർത്തി കർണാടക സംഗീതത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് തോന്നാറുണ്ടോ? പലപ്പോഴും ഭയങ്കര രണ്ടും 2 ഏരിയയാണ്. എനിക്ക് എന്ത് നിർത്തണം എന്ത് കൊണ്ടുപോകണം എന്നറിയാത്തൊരു, രണ്ടും കൊണ്ടുപോകണം എന്നുണ്ട്. അത് രണ്ടും കൊണ്ടുപോകാനുള്ള എന്താ പറയുക,
ഇരട്ടി എഫേർട്ട് എടുത്തുകൊണ്ടാണ് എനിക്ക് രണ്ടിലും നിൽക്കേണ്ടി വരണത്. അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണു ഒരു പരിധി വരെ എന്ന് പറയാൻ പറ്റുള്ളൂ. കഥകളി സംഗീതത്തിലേക്ക് കുറേ കുട്ടികൾ പുതുതായിട്ട് വരുന്നുണ്ട്, ആൺകുട്ടികളുണ്ട്, കുറേ പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ ഇവരിൽ പല ആളുകളും ഞാൻ കണ്ടിട്ടുള്ളത് ചിലർ എൻജിനീയർമാരൊക്കെയാണ്. ജോലി ചെയ്യുന്നുണ്ട്, രാത്രിയൊക്കെ ജോലി ചെയ്തിട്ട് രാവിലെ കിടന്നുറങ്ങി യാത്ര ചെയ്ത് പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിന് അല്ല വീക്കെൻഡുകളിൽ യാത്ര ചെയ്തൊക്കെ പ്രോഗ്രാമിന് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞ മാതിരി പാഷൻ കൊണ്ട് മാത്രം അവർ ഈ രംഗത്ത് നിലനിൽക്കുന്ന ആളുകളാണ്. നിങ്ങളും ഒരു അധ്യാപികയാണ്. ഇതേപോലെ ജോലിയെല്ലാം കഴിഞ്ഞ് ശനി ഞായറും കിട്ടുന്ന അവസരങ്ങളിലായിരിക്കുമല്ലോ പ്രോഗ്രാമിന് കൂടുതലും പോകുന്നത്. അത്യാവശ്യം ലീവുകൾ എടുക്കാം എങ്കിൽ പോലും സ്കൂളിലെ പണി അവിടെ നിൽക്കുകയാണ്. മീരയാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ കർണാടക സംഗീതത്തിൽ റാങ്കോടെ PG എടുത്തിട്ട് ആ വഴിക്ക് പോകാമായിരുന്ന ഒരു അവസരം ഉണ്ടായിട്ട് പോലും ഒരുപക്ഷെ ഭർത്താവിൻ്റെ ഒരു സ്വാധീനവും അതിനകത്തുണ്ടാകാം. തീർച്ചയായിട്ടും. ഞാൻ വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഈ രംഗത്ത് തന്നെ നിലനിൽക്കണം എന്ന് നിങ്ങൾക്ക് ഇത്രയും അധ്വാനം, മുൻവിധി, വേണമെങ്കിൽ ചെറിയ തോതിലുള്ള പരിഹാസങ്ങൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആളുകളുടെ മാറ്റി നിർത്തലുകൾ, അവഗണനകൾ, ഇങ്ങനെയൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരു ശക്തി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതെന്താണെന്നുള്ളതാണ്. കാരണം ഈ രംഗത്തേക്ക് പുതുതായിട്ട് വരാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് നിങ്ങളുടെ ഈ വാക്കുകൾ വളരെ പ്രചോദനം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ അതിനോടുള്ള ആ ഒരു പാഷൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ കുട്ടിക്കാലം മുതൽ ഞാൻ കേൾക്കണത് തന്നെയാണല്ലോ. ഓർമ്മ വെച്ച കാലം മുതൽ കുറുപ്പാശാൻ അച്ഛനെ പാടിക്കണത് ഇങ്ങനെ കണ്ടിട്ടാണ് വളർന്നതേ. അതുപോലെ ആശാൻ എന്നെയും പാടിച്ചിരുന്നു അന്നൊക്കെ. അപ്പം അങ്ങനെ താല്പര്യം വന്നതാണ്. അച്ഛനും അമ്മയും ഒപ്പരുത്തി നല്ല പ്രോത്സാഹനം ഈ പാട്ടിന് അവർ തന്നെയാണ് ശരിക്കും ഇങ്ങനെ ഒരു ആക്കിയെടുത്തത്. പിന്നെ ഏത് സമയവും അതിനെക്കുറിച്ചുള്ള സംസാരമേ ഉള്ളൂ, കാണുന്നത് മുഴുവനെ അതാണ്. അപ്പോൾ അങ്ങനെയാണ്, അതൊരു എന്താ പറയുക, ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. ചിലപ്പോൾ ആദ്യകാലത്ത് അരങ്ങേറ്റത്തിന് കൂടെ പാടാൻ പോലും ആളില്ലാതെ അന്ന് മുതിർന്ന കുട്ടി ആയിട്ടില്ലാത്ത അനിയൻ സുദീപ് പാലനാടിന്റെ കൂടെ പാടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടായിരുന്നു കുറെ കാലം സുദീപ് തന്നെയാണ് കൂടെ പാടിയിട്ടുള്ളത്. ഇപ്പൊ സുദീപ് അറിയപ്പെടുന്ന സംഗീത സംവിധായകനൊക്കെ ആയി. അപ്പൊ ഈ അത്തരത്തിലുള്ള പല പ്രതിസന്ധികളും ഇതിനകത്ത് നേരിട്ടിട്ടുണ്ടാവണം അല്ലേ? ശ്രുതി വലിയൊരു ഘടകമാണല്ലോ. അപ്പോൾ പുരുഷന്മാരുടെ കൂടെ പാടുക എന്നുള്ളത് പറ്റില്ല. അപ്പോൾ ആ ഒരു വോയിസ് തന്നെ നമുക്ക് വേണമല്ലോ. അപ്പം അങ്ങനെ കുറെ കാലം സുദീപ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൂടെ. ആരൊക്കെ ഉണ്ടായിരുന്നു പിന്നീട്? മറ്റേ ഒരു TP മഞ്ജുള എന്ന് പറഞ്ഞിട്ട് ഇരിഞ്ഞാലക്കുട ഉള്ള കുട്ടിയാണ്. പിന്നെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ്റെ മകൾ ശ്രീരഞ്ജിനി കുറച്ചു കാലം കൂടെ പാടി. പിന്നെ മീര വന്നു. അങ്ങനെ പിന്നെയാണ് നിങ്ങൾ തമ്മിൽ ചേരുന്നത്. അതെ. ഞാൻ ഈ കഥകളിയെ നിരന്തരം പിന്തുടരുന്ന എൻ്റെ സുഹൃത്ത് തന്നെയായ വിനു വാസുദേവൻ ഒരു ഗവേഷകനാണ്, കഥകളി ഗവേഷകനാണ്. അപ്പോൾ വിനുവിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ വിനു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അവർ അതിനകത്ത് മറ്റെല്ലാം മറികടന്നുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തി എന്നുള്ളത് തന്നെയാണ് അവരുടെ വിജയം. പല ആളുകളും വന്നു പോയിട്ടുള്ള രംഗത്ത് ഇവർ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് തോന്നിയിട്ടുള്ളൊരു മതിപ്പ് തന്നെയാണ്. കാരണം വെച്ചാൽ വേണമെങ്കിൽ മറ്റൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട്, ആ വഴിയിലേക്കൊന്നും പോവാതെ നമ്മൾ ഇതിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു ചരിത്രമായിട്ട് തന്നെ ഭാവിയിൽ ആളുകൾ കണക്കാക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാളെ ചരിത്രമാവുന്നത് നമ്മളറിയണമെന്നില്ല, പക്ഷേ മറ്റുള്ളവരായിരിക്കും ചിലപ്പോൾ അത് ഏറ്റെടുക്കുന്നത്. ആ രീതിയിലേക്ക് നിങ്ങൾ ആ കഠിന പരിശ്രമത്തിൻ്റെ ഒരു വഴികൾ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാവില്ല മറ്റൊരു, ഇപ്പം ഞാൻ ലേഡീസിൻ്റെ കാര്യത്തിൽ മാത്രം കേട്ടോ പറയണം. ഇപ്പം ദീപെടുത്തിയ എന്താ പറയുക, അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ആ ഏരിയ ആവില്ല ചിലപ്പോൾ എനിക്ക് വേണ്ടി വരിക. അപ്പം എൻ്റെ താഴെയും പാടുന്നവർ, എന്നോടൊപ്പം പാടുന്ന പല കലാകാരികൾക്കും പല ഏരിയകളാവും അവർ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഏരിയകൾ പലതായിരിക്കും. എന്നെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കഥകളിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പല മേഖലകൾ എനിക്ക് കൈകാര്യം പ്രാക്ടീസ് ചെയ്യേണ്ടി മാറി ഞാൻ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഓരോന്നും പ്രാക്ടീസ് ചെയ്യുക. നാളെ കഥകളിയാണെങ്കിൽ ഇന്ന് എൻ്റെ മുഴുവൻ ഇതും അതായിരിക്കും, അടുത്ത ആഴ്ച കർണാട്ടിക് വല്ല കച്ചേരി ഉണ്ടെങ്കിൽ അതായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, കഥകളിയിൽ വലിയ സാഹിത്യം ഓർത്തു വയ്ക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു റിസ്ക് ഫാക്ടറാണ്. കർണാട്ടിക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സാഹിത്യ രൂപത്തെ ഇലാബറേറ്റ് ചെയ്ത് പാടുന്ന ഒരു രീതിയാണ്. കഥകളിയിൽ അങ്ങനെയല്ല, ആട്ടക്കഥ വലിയ ടെക്സ്റ്റ്. അപ്പോൾ രണ്ടും ഭയങ്കര വൈരുദ്ധ്യമാണ്. എനിക്കത്
ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. രാഗം ട്രീറ്റ് ചെയ്യുന്ന രീതികൾ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഥകളിയിൽ പെട്ടെന്നുള്ള രാഗത്തിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണം. കർണാട്ടിക്കിൽ അങ്ങനെയല്ല, രാഗത്തെ നമ്മൾ പതുക്കെ കൊണ്ടുവന്ന് ഭാവം കാണിക്കുന്ന ഒരു രീതി, അങ്ങനത്തെയൊക്കെ രണ്ടും വ്യത്യാസമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. രാഗത്തിൻ്റെ ടെമ്പോ തന്നെ രണ്ടിലും ചില രാഗങ്ങളെ പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സുകളിൽ പെടുന്നതാണത്. പൊതുവേ ദീപെടുത്തിയെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ ഒരു ഇതാ പറഞ്ഞത്. പിന്നെ മണിക്കൂറുകളോളം നമുക്കിപ്പോൾ താളം പിടിച്ച് നിൽക്കേണ്ട ചില അവസരങ്ങൾ വരുമ്പോൾ വയ്യായ തോന്നുന്ന ചില ദിവസങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ടെങ്കിലും അടുപ്പിച്ച് നമ്മൾ പ്രോഗ്രാം എപ്പോഴൊന്നുമില്ല. അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ വഴക്കം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മളിത് സ്ഥിരം ചെയ്യുന്ന നമ്മൾ പ്രൊഫഷണൽസ് എന്നാണ്. ഈ പ്രൊഫഷണൽസ് തന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്കിപ്പോൾ കളി വരുന്നതുമൊക്കെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് പിടിക്കണേനും, അല്ലെങ്കിൽ അരങ്ങത്ത് നിൽക്കുമ്പോഴത്തെ വയ്യായകൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട്. ബുദ്ധിമുട്ട് യാത്രകൾ അത് മാനേജ് ചെയ്ത് ഇപ്പോൾ ജോലിയുള്ളതുകൊണ്ടാണേ. ജോലിയില്ലെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല. ഇതെല്ലാം അത് വേറൊരു സംഗീതമല്ലല്ലോ, വേറെ മാത്തമാറ്റിക്സാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കളി കഴിഞ്ഞാൽ നേരെ സ്കൂളിലേക്കാണ് പോവുക. ഉറക്കമൊഴിച്ചിട്ടാണെങ്കിലും ഞാൻ പോവും, ഒരുവിധം ലീവ് എടുക്കാണ്ട് നോക്കും. അപ്പോൾ ഉറക്കമൊഴിച്ച് സ്കൂളിൽ പോകും. പിന്നെ വേറൊരു സാധനമാണ് പഠിപ്പിക്കുന്നത്. അവിടെ ചെന്നാൽ കുട്ടികളുടെ ഓരോ വിഷമങ്ങൾ അവരുടെ പിന്നാലെ അടക്കലായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നും കളി ഉണ്ടെങ്കിൽ ആ ഉറക്കം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ കുടുംബം നോക്കണം, അവിടുത്തെ എല്ലാം ചെയ്തിട്ട് വേണം പോവാൻ. ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. യാത്രകൾ അത് ശരിയാക്കണം. അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട്. രാത്രി പോലും 1 മണി വരെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ്. ഓഫ് കോഴ്സ് പൊതുവെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം യാത്രയൊക്കെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പലയിടത്ത് പോയാലും ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ പരിചയമായിട്ടും ഒക്കെ ഉള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ അല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പരിപാടി കഴിഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടുന്നവരായിട്ടും ലേഡീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പക്ഷേ ഞങ്ങൾക്കതൊരു അനുഗ്രഹമാണ്. പൊതുവേ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങളോ കോമൺ റിലേറ്റീവ്സായിട്ടോ ഒക്കെ ധാരാളം, അതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളിൽ പെടുന്നതാണ്. ഒരു പക്ഷേ അതൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റണത്. അതുകൊണ്ടായിരിക്കും ദീപെടുത്തടി ആയാലും അച്ഛൻ്റെ ഒരു പരിചയം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു അടുപ്പം, അതൊക്കെ പലപ്പോഴും ഇതിന് ഘടകങ്ങളായിട്ട് വരും. ശക്തി തരുന്ന ഘടകങ്ങൾ തന്നെയാണ് അതൊക്കെ. പാഷൻ മാത്രമല്ല, വാസ്തവം പറഞ്ഞാൽ നിങ്ങളെ കൂടുതൽ അതിനകത്ത് റൂട്ടിൽ നിലനിർത്തുന്ന ചില ഘടകങ്ങളെക്കുറിച്ചും കൂടി പറയുകയാണ്. അതായത് ഇപ്പോൾ അച്ഛൻ വഴി കിട്ടിയിട്ടുള്ള, കാരണം വീട്ടിൽ എന്നും കാണുന്നതും കേൾക്കുന്നതും ഈ പാട്ട് തന്നെയാണ്. നിങ്ങൾ മക്കൾക്ക് 2 പേർക്കും ആ പാട്ടിലേക്ക് കിട്ടി. നിങ്ങളാണെങ്കിലും പാട്ട് സജീവമായി എടുത്തു. ഇവർ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ പാടുന്നു, നിങ്ങൾ ജോലിക്ക് പോവാതെ പാടുന്നു. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ പാട്ടിന് വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന ഒരു താല്പര്യമാണ് വാസ്തവത്തിൽ കലാരംഗത്ത് കിട്ടുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയെ ചെയ്തു പോകുമ്പോൾ ഇത്തരം സ്വാധീനങ്ങളും കൂടി അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഞാൻ ഈ കഥകളി സാഹിത്യത്തെക്കുറിച്ച് പിന്നീട് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം, അത് നിങ്ങളോടല്ല, പുരുഷന്മാർക്കും അത് ബാധകമാണല്ലോ. ഇത്രയും വലിയ, കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഗാനമേള നടത്തുന്ന സമയത്ത് അവർ ഒറ്റ പാട്ട്, ആകെ 12 വരി ഉള്ള ഒരു പാട്ട് അവർ മുന്നിൽ ടാബ് വെച്ചിട്ടോ ഫോൺ വെച്ചിട്ടോ പാടുന്ന കാണാം. നിങ്ങളുടെ മുന്നിൽ ഒരു സംഗതിയില്ല, നിങ്ങൾ ബ്ലാങ്കായിട്ടാണ് പാടുന്നത്. രാത്രി മുഴുവൻ നിന്നിട്ട് പാടേണ്ടി വരുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളോളം പാടുകയാണ്. ഇതൊരു ഓർമ്മ വയ്ക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാര്യമല്ലേ അത്? പിന്നെ നമ്മൾ നടനനുസരിച്ച് പാടല്ലേ, അതൊരു അഭിനയ സംഗീതമാണല്ലോ. മറ്റുള്ള മ്യൂസിക് പോലെയല്ലല്ലോ കഥകളി. നമ്മൾ നടനനുസരിച്ച് പാടുക എന്നുള്ളതാണ്. അത് കച്ചേരി ഒക്കെ ആണെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പാടാം. ഇത് നടൻ്റെ മുദ്രകൾക്കനുസരിച്ച് അവർ ചെയ്യുന്നതിനനുസരിച്ച് പാടുകയാണ്. അപ്പോൾ ഇപ്പം അതൊക്കെ ഒരു സ്വതന്ത്ര സംഗീതമാക്കാൻ നോക്കുന്നുണ്ട് ഇന്നത്തെ കാലത്തെ കഥകളി സംഗീതത്തിന്. മറ്റത് നടനനുസരിച്ച് പാടണ്ടേ എന്നുള്ളത്. പക്ഷെ കഥകളിയുടെ വിജയം അത് തന്നെയാണ്. കഥകളി ഗായകരുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ ആ പരിമിതികൾ തന്നെയാണ്. അതായത് വേഷത്തിന് ചേരുന്ന രീതിയിലുള്ള ഭാവം കൊണ്ടുവരിക എന്ന് കൊണ്ടുവരാനുള്ളത് കഥകളി ഗായകൻ്റെ ഒരു എന്താ പറയുക, ഒരു വെല്ലുവിളി തന്നെയാണ്. അത് പരമാവധി വിജയിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്.
അതിപ്പോൾ ഓരോ വേഷക്കാരോടും ആരാധനയുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അവർക്ക് ചേരുന്ന രീതിയിൽ പാടിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും കുറ്റക്കാരാവുന്നത് അല്ലേ? അവരോടായിരിക്കുമല്ലോ കൂടുതൽ ആരാധന ഉണ്ടാവുക. ആ ഒരു വേഷക്കാരൻ അദ്ദേഹത്തിന് പറ്റിയ രീതിയിലല്ല പാട്ട് വന്നതെന്ന് ചിലപ്പോൾ തോന്നാം. പ്രത്യേകിച്ച് അത് വനിതകളായതുകൊണ്ട് മോശമായി എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം അല്ലേ? അങ്ങനെയും സാധ്യതകളുണ്ടല്ലോ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ കുറേ മാറ്റം വന്നു. വലിയ കഥകളി ആർട്ടിസ്റ്റുകൾ വരെ നിങ്ങളെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ. വലിയ ഭാഗ്യങ്ങളുണ്ട്. വലിയ ആർട്ടിസ്റ്റുകൾക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെയൊക്കെ അനുഗ്രഹം എപ്പോഴും. അങ്ങനെ ആരും രംഗത്ത് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഒട്ടും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. എല്ലാവരും സഹകരിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഫീൽഡിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കഥകളി ഒരു പുരുഷ മേധാവിത്വം എന്നൊക്കെ പുറമേ കേൾക്കുന്നുണ്ടെങ്കിലും കംഫർട്ടബിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് അനുഭവങ്ങളൊന്നുമില്ല, മോശമായിട്ടുള്ള അനുഭവങ്ങളൊട്ടുമില്ല. അല്ല, പൊതുവിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ഈ പുരുഷന്മാരായ പാട്ടുകാരുടെ കൂടെ വേദികളിൽ പാടേണ്ടി വരാറുണ്ടോ? ഇപ്പോൾ സ്ത്രീകൾ നിങ്ങൾ രണ്ടുപേരോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകൾ മാത്രമായിട്ടാണോ പാടുന്നത്? അല്ലെങ്കിൽ പാടുമ്പോൾ പുരുഷന്മാരും ഉണ്ടാവുന്ന അവസ്ഥ അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അരങ്ങുകൾ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അച്ഛൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, പിന്നെ മധുവേട്ടൻ്റെ കൂടെ കുറച്ച് പാടിയിട്ടുണ്ട്. ശിവദാസ്, സദനം ശിവദാസേട്ടൻ, അങ്ങനെ പിന്നെ എൻ്റെ കൂടെ ജ്യോതിഷ് ബാബു, അങ്ങനെ അവരൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ വെച്ചാൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. അല്ല, അപ്പോൾ ഈ പിച്ചിൻ്റെ പ്രശ്നം വരും. രണ്ടു കൂട്ടരും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അവർക്ക് കുറച്ച് ശ്രുതി താത്തേണ്ടി വരും, നമുക്ക് കുറച്ച് ഉയർന്ന ശ്രുതിയായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാ അത് മാനേജ് ചെയ്യുക? നിങ്ങൾ താഴ്ത്തിപ്പാടാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. രണ്ടുപേർക്കും പറ്റണ ഒരു നടുക്കിലൊരു ശ്രുതി കൊണ്ട് വെക്കും, അതെടുത്ത് വെക്കും. അല്ല, അത് സാധാരണ കഥകളിക്ക് ചേരുന്ന ഒരു ശ്രുതി ഉണ്ടല്ലോ. കഥകളിക്ക് എപ്പോഴും കുറച്ച് ഉയർത്തിപ്പാടുക എന്നുള്ളതാണല്ലോ കൂടുതലുള്ള രീതി. അങ്ങനെയാണല്ലോ. രണ്ടുപേർക്കും ആ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെയാകുമ്പോൾ. ഹസ്ബൻഡിന്റെ കൂടെ പാടിയിട്ടുണ്ട്. പൊതുവെ ഞങ്ങൾ ഒരുമിച്ച് സംഗീത സമന്വയങ്ങളൊക്കെ ചെയ്ത് ശീലമുണ്ട്. അപ്പം ഞാൻ ചിലത് ഹസ്ബൻഡിൻ്റെ പിച്ചിൽ പാടാറുണ്ട്, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പാടാറുണ്ട്. കഥകളിക്ക് 1-2 തവണ പാടിയിട്ടുണ്ട്. ധാരാളം വേണ്ടി വരാറില്ല, ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഉണ്ട്. എന്നാലും ഒരു കൗതുകത്തിന് ഞങ്ങൾ ചില പരീക്ഷണങ്ങളിൽ നിന്നോളം പാടിയിട്ടുണ്ട്. നമുക്ക് സ്വതന്ത്രമായിട്ട് പാടാൻ പറ്റില്ല, അപ്പോഴേ അയപ്പിച്ചെത്തില്ലേ എന്നിങ്ങനെ ഒരു തോന്നൽ വരും. നമ്മൾ എവിടെയോ ഒരു പിടുത്തം വരും അല്ലേ? കഥകളി സംഗീതത്തിൻ്റെ വലിയൊരു പാരമ്പര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ വെങ്കടകൃഷ്ണ ഭാഗവതർ മുതൽ നീലകണ്ഠൻ നമ്പീശൻ, ഉണ്ണികൃഷ്ണകുറുപ്പ് ആശാൻ, കലാമണ്ഡലം ഗംഗാധരൻ, ശങ്കരൻ അബ്രാന്തിരി, വെൺമണി ഹരിദാസ്, ഹൈദരാലി, അച്ഛൻ പത്തിയൂർ ശങ്കരൻകുട്ടി, കോട്ടകൽ മധു, രാമമോഹൻ, അങ്ങനെ വരുന്ന വലിയ തലമുറയുടെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെയോ വന്നിട്ടുള്ള ആളുകളാണ്. എങ്ങനെയാണ് ഇവരിൽ ഉണ്ണികൃഷ്ണകുറുപ്പ് ആശാൻ അച്ഛൻ്റെ ഗുരു എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. മധുവേട്ടൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് കാലം ഗവേഷണം ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ഫെലോഷിപ്പ് എന്തോ പഠിച്ചിട്ടുണ്ട്, സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്കാണ് വീട്ടിൽ തന്നെ ഒരു ആളുണ്ട്, പാട്ടുകാരനാണ്. അപ്പോൾ ഇവരുടെ ഒരു സ്വാധീനം, നമ്മളിപ്പോൾ മറ്റു തരം പാട്ടുകാരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ചിലർ പറയും, എനിക്ക് യേശുദാസിൻ്റെ പാട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ ജയചന്ദ്രൻ്റെ പാട്ടാണ് എന്ന് പറയും. അങ്ങനെ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ടാണ് എന്ന് പറയും. ആ രീതിയിൽ നിങ്ങളെ പർട്ടിക്കുലറായിട്ട് സ്വാധീനിച്ച സംഭവങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ഉണ്ടാവില്ലേ? എന്നെ സംബന്ധിച്ച് കുറുപ്പാശാൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടും ഉണ്ടത്. ഈ കഥകളിക്കൊരു പാഷൻ വരിക പറഞ്ഞാൽ ആശാൻ്റെ പാട്ടിനോടുള്ള ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അത് നേരിട്ട് അനുഭവിച്ച ആളാണ്. അച്ഛനെ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, 3 വയസ്സ് ചോർമ്മ വെച്ച കാലം മുതൽ ഇത് നേരിട്ട് ഇങ്ങനെ കേട്ടനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ആ പാട്ടിനോടുള്ള ആരാധന കൊണ്ടും ഉണ്ട് ഈ രംഗത്ത് വരാൻ കാരണം. അതൊരു വല്ലാത്തൊരു അദ്ദേഹത്തിൻ്റെ കുറുപ്പാശാൻ്റെ പാട്ടിനോട് ഒരു ആ ശൈലിയൊക്കെ വ്യത്യാസമുണ്ടല്ലോ. മൊത്തത്തിൽ ആശാൻ്റെ പാട്ടൊരു പ്രത്യേക ശൈലിയാണല്ലോ. അപ്പോൾ അത്രയൊരു ലെജൻഡായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ പേഴ്സണലായിട്ട് അത്രയും അടുത്തും അറിയാം. അങ്ങനെ അത് തന്നെയാണ് ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത്. എന്നും അത് കേൾക്കും. ആശാൻ്റെ പാട്ട് കേൾക്കാത്തൊരു ദിവസമില്ല. പൊതുവെ ഞാൻ മാടമ്പി ആശാൻ്റെ അടുത്താണ് ശരിക്കും മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഒരു കഥകളി സംഗീതം ഗൗരവമായിട്ട് ഞാൻ പഠിക്കണത് അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ആശാൻ്റെ പഠിപ്പിച്ച് വെച്ച ഒരു എന്താ പറയുക, ഒരു ശൈലി ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴും
ഇപ്പം ഞാൻ കർണാടക സംഗീതവും മറ്റ് പലതും പാടുണ്ടെങ്കിലും എനിക്ക് ആ ഒരു ഉറപ്പ് തരുന്നത് ആശാൻ്റെ ഒരു പഠനത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇത് തന്നെയാണ്. എപ്പോഴും മാടമ്പി ആശാൻ്റെ പാട്ടാണ് പൊതുവെ എൻ്റെ ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്കും ആശാൻ്റെ ഒരു പാട്ടിനോടുള്ളൊരു ഇഷ്ടം. ഇപ്പോൾ ഈ പറഞ്ഞ പഴയ ആശാന്മാരുടെ പാട്ടുകളൊക്കെ എനിക്ക് കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാൻ ധാരാളം വീഡിയോസും ഓഡിയോസും കേട്ടിട്ട്, ഇപ്പോൾ കുറുപ്പാശാനായാലും പറഞ്ഞ കേട്ട് പരിചയം, ഗംഗാരാശാൻ്റെയൊക്കെ പാട്ടുകൾ എനിക്ക് കേട്ടിട്ടേ അറിയുള്ളൂ. മാടമ്പി ആശാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് നേരിട്ട് ആശാൻ്റെ ചില ക്ലാസിക് വഴികൾ എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ ശിങ്കിടി പാടേണ്ടി വരുന്ന ഒരു സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ആശാൻ്റെ സംഗതികൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആശാൻ പഠിപ്പിച്ചതായിട്ടോ ആശാൻ പാടുന്നതോ ഞാൻ കേൾക്കാറുണ്ട്. മാടമ്പി ആശാൻ എനിക്കൊരു ആശാൻ്റെ വഴി ഇപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ടാവും. എന്താ പറയുക, ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും ഉള്ള വ്യത്യാസം മാത്രമല്ലാതെ ഒരു ബാണി കൊണ്ടുള്ളൊരു വ്യത്യാസം ഓരോരുത്തർക്കും ഉണ്ടാവാമല്ലോ, ഒരു ശൈലി കൊണ്ടുള്ളൊരു വ്യത്യാസം. അത് ചിലത് നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇൻസ്പിറേഷൻ നമുക്ക് തരുന്ന ഒരു സംഗതി ഉണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും അത് നിങ്ങളുടെ ഗുരുക്കന്മാരെന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. മറ്റു തരത്തിൽ ഈ ഒരുപാട് പേരുടെ കേട്ടിട്ടുള്ളതിനകത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ എന്താണ് അതിനെ നിങ്ങളെങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളതെന്നുള്ളതാണ്? പൊതുവെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ ദീപയെടുത്തിയുടെ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ദീപയെടുത്തിക്കൊരു പ്രത്യേക സ്റ്റൈൽ, അത് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ധർമ്മം അതാണ്. അതേപോലെ നമ്മൾ പാടുക എന്നുള്ളൊരു, ഞാൻ കഥകളി എന്നല്ല എല്ലാതരം സംഗീതങ്ങളും ധാരാളം കേൾക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ചിലപ്പോൾ സ്വാധീനം വരുന്നുണ്ടാവും. ഈ ദീപയെടുത്തിയുടെ സംഗീതം എന്നെ ഇൻസ്പയർ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ ഞാനൊരു രസമുള്ള കമൻറ്റ് യൂട്യൂബിൽ കണ്ട ഒരു കഥ ഓർമ്മയാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ദീപാ പാലനാടിനെ പോലെ അതിനെ നേരിടാൻ കഴിയണമെന്ന് പറഞ്ഞിട്ട് ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു പാട്ടിൻ്റെ അടിയിൽ കണ്ട, കാരണം അത്ര കൂളായിട്ടാണ് പാടുന്നത്. ഏത് പിച്ചിൽ പാടിയാലും ഏത് ബുദ്ധിമുട്ടുള്ള ഭാഗം പാടിയാലും ആൾ വളരെ മറ്റേ മിഥുനത്തിലെ ഇന്നസെൻ്റ് നിൽക്കുന്ന മാതിരി അങ്ങനെ നിൽക്കും, ഒരു പ്രശ്നമില്ലാതെ. അപ്പോൾ നിങ്ങൾ മീരയും കണ്ടിട്ടില്ല അങ്ങനെയാണ്, പൊതുവിലൊരു ശാന്താകാരമാണ് നിങ്ങളുടെ രണ്ടുപേരും. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ പാടാൻ പറ്റുന്നത്? സാധാരണ അങ്ങനെയല്ല, ഹൈ പിച്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആളുകളുടെ മുഖം തന്നെ മാറും. ഇങ്ങനെയാണെന്ന് അറിയില്ല. കർണാടക സംഗീതമൊക്കെ അങ്ങനെയാണല്ലോ കൂടുതലും. പൊതുവെ ആക്ഷനൊന്നും കാണിക്കുക, അത് നമ്മൾ ആളുകൾ പറയുമ്പോഴാണ് ഇപ്പോൾ ആലോചിക്കണത് അങ്ങനെയാണല്ലേ ഞാൻ പാടണേന്ന്. അങ്ങനെ ചിന്തിച്ചിട്ട് പാടില്ല, പാടുമ്പോൾ അങ്ങോട്ട് പാടും, അത്രേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു പൊതുവിൽ എല്ലാതരം കർണാട്ടിക് മ്യൂസിക്കിലായാലും കഥകളിയിലായാലും പഴയ കാലത്തെ പാട്ടുകാർക്ക് കുറച്ച് ആക്ഷൻസ് കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നു. അവരത് കുറച്ചും കൂടി ലയിച്ച് പാടുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ വേദികൾക്ക് അതൊരു ആവശ്യമായിരിക്കാം. ഇപ്പോഴത്തെ പൊതുവിലെ പാട്ടുകാർ വളരെ ശാന്തരാണ്. ഇപ്പോൾ കോട്ടയ്ക്കൽ മധുവേട്ടൻ പാടുകയാണെങ്കിലും മൂപ്പർ വളരെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ നിന്നങ്ങ് പാടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്കും ഇൻസ്പയർഡ് ആയി എന്ന് വിചാരിക്കണം അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. പൊതുവെ അത്തരം കാര്യങ്ങൾ വല്ലാണ്ട് കോൺഷ്യസ് ആവാറില്ല. പക്ഷേ ഞാനൊക്കെ കർണാട്ടിക് പാടുന്നൊരു രീതി അത് കുറച്ചും കൂടിയും സ്വയം ആസ്വദിച്ച് പാടുന്നൊരു ഇത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ അലേർട്ടായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. കുറേ ആളുകളെ നോക്കണ്ടേ കഥകളിയാകുമ്പോൾ? കഥകളിയാകുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു സമയം കയ്യിൽ ഒന്നാമത് ഈ സാധനം എലത്താളുണ്ടാവും, ചേങ്കിലുണ്ടാവും. നമ്മളിങ്ങനെ ആ ഒരു ഇതിലാവും, എന്താണ് അടുത്തത് സംഭവിക്കുക നോക്കി നിൽക്കുകയല്ലേ ഉണ്ടാവുക. അപ്പം അതൊക്കെ ഉണ്ടാവും. ഒരു ഇൻഡിവിജ്വൽ എക്സ്പ്രഷന് സാധ്യത കുറച്ചുകൂടി കുറവാണ്. നമ്മൾ മറ്റൊരാളുടെ എക്സ്പ്രഷൻ അനുസരിച്ച് നിൽക്കുന്ന ഒരാളാണല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസമാണ്. ഈ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് ഈ നിങ്ങളുടെ ഒരു പ്രതിസന്ധികളെക്കുറിച്ച് പല ഇതും പറഞ്ഞപ്പോൾ തലേന്ന് രാത്രി വരെ പ്രോഗ്രാം ചെയ്യുക, രാവിലെ ഓടിച്ചെന്ന് സ്കൂളിൽ പോവുക, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ നിന്നുള്ള ഒരു പിന്തുണ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് പ്രദീപ്, അതേ സ്കൂളിലെ അധ്യാപകനാണ്. മറ്റേ രാംമോഹനാണെങ്കിൽ അതേ ഫീൽഡിലുള്ള ആളാണ്. ഇവരുടെ ഒരു ഞാൻ പറയുന്ന എത്രത്തോളം അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു തോന്നൽ? നല്ല സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കൊണ്ടു നടക്കാൻ പറ്റണത്. എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ പാട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ കാണാതിരിക്കേണ്ടത് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ചില മുദ്രകൾ നമുക്ക് കാണാം. ഇപ്പോൾ സ്ത്രീ വേഷമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ ഉറുമാൽ ഇതുകൊണ്ട് കാണില്ല, മുദ്ര കാണില്ല. അപ്പോൾ ഒന്ന് ഹസ്ബൻഡിൻ്റെ മാഷയുടെ മുഖത്തൊക്കെയാണ് നോക്കിയാൽ മതി. അപ്പോൾ കഴിഞ്ഞിട്ടില്ല അല്ലെ കഴിഞ്ഞു എന്നുള്ളത്
പറഞ്ഞു തരും. മുദ്ര എന്തൊക്കെ അറിയണ കാരണേ. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ഈ ഗുരുനാഥനും കൂടിയാണല്ലോ. അപ്പോൾ ഒരു കഥകളിക്ക് ഞാൻ പോണത് എന്നെക്കാളും ടെൻഷൻ ഹസ്ബൻഡിനുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെന്നല്ല, അവിടെ ഹസ്ബൻഡിൻ്റെ കീഴിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും കാര്യത്തിൽ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അത് ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് അപ്പം തന്നെ മെസ്സേജുകളായിട്ട് ആൾക്കാർക്ക് പോയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ കളി കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ ഹസ്ബൻഡ് അന്ന് ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്, വീട്ടിലിരിക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ടുണ്ടാവും അവിടെ അങ്ങനെ വേണമായിരുന്നു, ഇവിടെ നന്നായി, അല്ലെങ്കിൽ അത് കുറച്ചും കൂടിയും കാലം കയറ്റായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ അത് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ട് ഇങ്ങനെ മെസ്സേജ്. അത് ഞാനൊന്നല്ല, ഏത് കുട്ടികളോട് ചോദിച്ചാലും അവർ പറയും അങ്ങനെ. അത്ര ശ്രദ്ധയോടെയാണ് അരങ്ങത്തിപ്പോൾ ഇന്ന ആളാണ് വരുന്നുണ്ടാവുക, ഇന്ന പോലെയായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവുക എന്ന് വരെ മുൻകൂട്ടി പറഞ്ഞു തരും. കഥകളി പാട്ടിൽ ഏറ്റവും ഉള്ള പ്രശ്നം ഇതാണ്, നമ്മൾ പഠിച്ച പോലെ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ അരങ്ങത്ത് വേണ്ടി വരിക. പലരും പല ആശാന്മാരുടെ അടുത്തോ പല സ്ഥാപനങ്ങളുടെ ശൈലികൾ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ പാട്ടുകാരതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് വേണം നിൽക്കാനേ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ മുൻകൂട്ടി ധരിപ്പിച്ച് തരും. അത് നോക്കണം, അത് ഇന്ന ആളാണോ, അത്രയും കാര്യങ്ങളെ ശ്രദ്ധ വയ്ക്കുന്ന ഒരാളാണ്. അപ്പം ആർട്ടിസ്റ്റ് തിരക്കുണ്ട്, അദ്ദേഹം സ്കൂളും പ്രൊഫഷനും പാട്ടും കൊണ്ടുപോകുന്ന ആളാണെങ്കിലും എൻ്റെ കറക്റ്റ് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവിടെ മാനേജ് ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അകല പ്രോഗ്രാം വരുമ്പോൾ ഒരാൾ കോംപ്രമൈസ് ചെയ്യും. നിങ്ങൾ ഒന്നിച്ചുള്ള ഈ പ്രോഗ്രാമുകളുടെ തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യം പാടിയത് മീര ആദ്യം പാടുന്ന ദീപയുടെ കൂടെയാണ് കഥകളി സംഗീതം പാടുന്നത് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ ഒരു ടീം എങ്ങനെയാണ് സെറ്റായത്? അറിഞ്ഞുകൊണ്ട് ആയതാണോ അറിയാതെ സംഭവിച്ചാണോ? എനിക്ക് കൂടെ പാടായി പറഞ്ഞ പോലെ ആളില്ലാത്ത അങ്ങനെ സുദീപിൻ്റെ ശബ്ദമൊക്കെ മാറി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശ്രീരഞ്ജിനിയും മഞ്ജു അവരൊക്കെ അങ്ങനെ കിട്ടാണ്ട് വന്നു തുടങ്ങി. അപ്പം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മാമനാണ് പറഞ്ഞത്. എൻ്റെ അമ്മാമൻ കഥകളി കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞതാണ്, കലാമണ്ഡലം ഹരികുമാർ. അദ്ദേഹം ലോട്ടറി ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. മീരയുടെ അച്ഛനും ലോട്ടറി ഓഫീസിലാണ്. അപ്പോൾ എൻ്റെ കൊളീഗിൻ്റെ മകൾ നന്നായിട്ട് പാടും, ഒന്ന് നോക്കിയൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മാവൻ പറഞ്ഞിട്ട് അങ്ങനെ മീരയെ വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു കച്ചേരി ഉണ്ടായി. അങ്ങനെ തുടങ്ങിയതാണ്. എവിടെയായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം? ആദ്യം ചെറുതുരുത്തി പൈങ്കുളത്ത് ഒരു മാരേജ് ഫംഗ്ഷൻ. അവിടെ ഒരു മാരേജ് ഞാൻ പൊതുവെ കഥകളിയിലേക്ക് വരാൻ വിചാരിച്ച ഒരാളല്ല. അങ്ങനെ ഒരു കഥകളി പ്രൊഫഷനാക്കുക എന്നുള്ള എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. പൊതുവെ കർണാട്ടിക് പഠിക്കണു, ഇപ്പോൾ കർണാട്ടിക് കച്ചേരികൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് പാടിത്തുടങ്ങിയപ്പോൾ ഒരുപാട് അവസരങ്ങൾ കഥകളിയിലാണ് വന്നു തുടങ്ങിയത്. അപ്പോൾ പൊതുവെ ആൾക്കാരെന്നെ അറിയപ്പെട്ടു തുടങ്ങിയത് കഥകളിയിലാണ്. ഞാനൊരു കഥകളിക്കാരി എന്നുള്ള പാട്ടുകാരി എന്നുള്ള ഒരു ലേബൽ പൊതുവെ ഞാൻ ഇതിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടാവില്ല. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ രാംമോഹനെ വിവാഹം ചെയ്തുകൊണ്ടും കൂടി ആയിരിക്കാം ഒരു പക്ഷേ അതിനൊരു ഉറപ്പ് വന്നത്. കല്യാണത്തിന് ശേഷമാണ് അരങ്ങ് വന്നപ്പോൾ വീണ്ടും ദീപയെടുത്തൊരു കൂടി തന്നെയാണ് കളിക്ക് പാടുന്ന ഒരു അവസരം ഉണ്ടായത്. അതൊക്കെ ഈ പറഞ്ഞ സാഹചര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ വന്ന് ആക്കിയത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആ കൺഫ്യൂഷൻ തീർന്നല്ലോ അല്ലേ? ഇപ്പോൾ കഥകളി ഞാൻ നല്ല കൺഫ്യൂഷനിൽ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. നല്ല കൺഫ്യൂഷനാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം, ഒരു കർണാടക സംഗീതത്തിൽ ധാരാളം വനിതാ ശബ്ദങ്ങളുണ്ട്, ഒരുപാട്. അതായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ അവസരങ്ങൾ കിട്ടുന്നതിനും തിരിച്ചറിയപ്പെടുന്നതിനൊക്കെ ഒരു കാരണം അതായിരിക്കും കേട്ടോ. കർണാടക സംഗീതത്തിൽ ഇപ്പോൾ ധാരാളം പെൺകുട്ടികൾ പാടുന്നു, പല കഥകളിയിൽ വളരെ കുറവാണ്. അതൊരു കാരണമായിരിക്കും. കർണാടക സംഗീതവും കഥകളിയും കൂടി ചേർന്ന് നോക്കുമ്പോൾ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ കർണാടക സംഗീതമാണോ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്? കച്ചേരികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം പൊതുവെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴെങ്കിലുമുള്ള കച്ചേരികൾ, കഥകളികൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ പൈസ കിട്ടുന്നത് ചിലപ്പോൾ കുറവ് കഥകളിക്കായിരിക്കും. പൈസയുടെ ഇത് നോക്കുമ്പോൾ കർണാട്ടിക്കിൽ കൂടുതലുണ്ടായിരിക്കും. പക്ഷെ അത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു കച്ചേരി
രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു 4-5 കളിയും കൂടി അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്തു പോകും. അത്രേ ഉള്ളൂ. അല്ല, പൊതുവേ ഒരുപാട് പേര് കഥകളിയിലുണ്ട് എന്നുള്ളതൊക്കെ കഥകളിക്ക് അതൊരു കാരണമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ആൾക്കാർ കടന്നു വരുന്നത് കഥകളി ഒരു ചെലവ് കൂടിയ ഒരു ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് മാത്രമാണെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ടൊന്നും ഇത് കൊണ്ടു നടക്കാൻ അല്ല. അങ്ങനെയാണോ ഈ നിങ്ങളല്ല ആക്ച്വലി ഇപ്പോൾ കോട്ടക്കൽ മധുവും രാമോഹനും കൂടി കച്ചേരികൾ ചെയ്യുന്നുണ്ട്, കോട്ടക്കൽ മധുവും കാവാല ശ്രീകുമാറും കൂടി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പല കച്ചേരികളും നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതിൽ നിന്ന് ഒരു പുതിയ സംഗതി ആണ് കുറച്ച് കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കഥകളി പദ കച്ചേരി എന്ന് പറയുന്നത്. നേരത്തെ കഥകളി സംഗീതം ചെയ്തിരുന്ന ആളുകൾ കഥകളി വേദിയിൽ മാത്രം പാടുന്നു, അല്ലാത്ത സമയങ്ങൾ വെറുതെ ഇരിക്കുന്നു എന്നുള്ള ആയിരുന്നല്ലോ രീതി. അപ്പം നിങ്ങളാണെങ്കിലും സ്ഥിരമായി പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഥകളി പദ കച്ചേരികളെ ഇത്രയും കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ കഥകളിയിൽ മാത്രം നിന്നാൽ പോരാ എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണോ? അത് കഥകളി തന്നെയാണ് ബേസിക്കലി, പക്ഷേ കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടത് അവതരിപ്പിക്കാൻ തോന്നുന്നത് കൊണ്ടായിരിക്കുമോ അങ്ങനെ ചെയ്യുന്നത്? അല്ല, ഞാൻ ശരിക്കും ചിട്ടയായിട്ടുള്ള പഠനം ഞാൻ കർണാടകയിലാണ് ഉണ്ടാക്കണേ. ഒരുപാട് കാലം ഞാൻ അതിന് വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്. അപ്പം അതിങ്ങനെ പാടാണ്ടിരുന്നത്, അപ്പോൾ എനിക്കതിനെയും നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം. ഞാനിപ്പോൾ കർണാടക സംഗീതജ്ഞയായിട്ട് ഇപ്പോൾ ധാരാളം കച്ചേരികൾ ഇപ്പം മറ്റുള്ളവർ ചെയ്യണ പോലെ ചിലപ്പോൾ എനിക്ക് രണ്ടും എനിക്കിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അതെൻ്റെ ഒരു ആഗ്രഹം. അല്ല, ഞാൻ കർണാടക സംഗീത കച്ചേരിയെ കുറിച്ചല്ല ചോദിച്ചത്, കഥകളി പദങ്ങളുടെ കച്ചേരി ചെയ്യുന്നുണ്ടല്ലോ. കഥകളി പദ കച്ചേരി അത് ഒരുപക്ഷെ ഇതിനെ നന്നായിട്ട് പിന്നെ പോപ്പുലറൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കഥകളി പദങ്ങളെ കുറേ കൂടി പോപ്പുലറൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് നിങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് ഈ തിരക്കുകൾക്കിടയിൽ നേരത്തെ പറഞ്ഞ പോലെ കഥകളി ചെയ്യുന്നതിൻ്റെ തിരക്ക്, മറ്റു തരം ആവശ്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ഇടയിൽ ഇതും ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെ ഇത്രയും ചെയ്യാനുള്ള കാരണം? ആളുകൾ അധികം വിളിക്കുക കച്ചേരിക്കാണ്, കളിക്ക് പാടുക എന്നുള്ളതിനൊക്കെ കച്ചേരിക്കാണ് അധികം. അതിപ്പോൾ ഈ കുടുംബ സദസ്സുകൾ അല്ലെങ്കിൽ പല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഒരു കഥകളി സംഘടിപ്പിക്കണേക്കാട്ടിലും ഒരു കച്ചേരി സംഘടിപ്പിക്കൽ കുറച്ച് എളുപ്പം കൂടുതലുണ്ട്. കഥകളി ഒരു സംഘാടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും തലവേദന പിടിച്ചൊരു പണിയാണ്. ഒരുപാട് പേരെ മാനേജ് ചെയ്യൽ, പിന്നെ ചെറിയ സദസ്സുകൾ കൂടുതൽ കിട്ടും കച്ചേരികൾക്ക്. പിന്നെ ആ ഒരു അനുഭവം കിട്ടുമല്ലോ, ഒരു കഥകളി കാണുന്നതിൻ്റെ അനുഭവം. പിന്നെ ഇഷ്ടപ്പെട്ട കുറേ പദങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. ആ ഒരു സ്വാതന്ത്ര്യം കിട്ടും അല്ലേ? നിങ്ങൾക്ക് വേദിയിൽ പാടുന്നതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്ത് പാടാനുള്ള ഒരു അവസരമുണ്ട്. അല്ല, അത് പാട്ടുകാരെയും സംബന്ധിച്ചതും സംഗീതത്തിന് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. സംഗീതത്തിന് പ്രാധാന്യം കൂടിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ കഥകളിയിലായാലും അതെ, പാട്ടിനൊക്കെ പ്രാധാന്യം കൂടി വരുന്നൊരു കാലമല്ലേ. സംഗീതത്തിന് പ്രാധാന്യം കൂടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വെറൈറ്റി കഥകളിപ്പദ കച്ചേരിയിലോ കർണാടക സംഗീത കച്ചേരികളിലോ മാത്രം നിൽക്കുന്നില്ല. ദീപയുടെയൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് കിടക്കുന്നത് റീമിക്സുകളിലും ഫ്യൂഷനിലൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് വന്നത് എങ്ങനെയായിരിക്കും? ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഇവിടെയും പ്രസക്തമാണ്. നമ്മൾ ഒരു പാരമ്പര്യ കലാരൂപത്തിലോ പാരമ്പര്യമായൊരു സംഗീത രീതിയിലോ നിൽക്കുമ്പോൾ തന്നെ പുതിയ കാലത്തിനോട് ചേരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്യണമെന്ന് എവിടെ നിന്നാണ് അതിൻ്റെ ഒരു തോന്നൽ വരുന്നത്? എങ്ങനെയാണ്? അനിയൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. അനിയൻ സുദീപ് അങ്ങനത്തെ കുറേ പരീക്ഷണങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അങ്ങനത്തെ കുറേ, അതിലാണ് അയാൾ കാര്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ കഥകളിപ്പദം പാടുമ്പോൾ ഒട്ടും അതിൻ്റെ ഒരു ശൈലിയിൽ നിന്ന് വിട്ടിട്ടില്ല. ഇൻസ്ട്രുമെൻസൊക്കെ ഇപ്പോൾ ഗിത്താറും കീബോർഡും അങ്ങനത്തെ ഇൻസ്ട്രുമെൻസ് ആയിരുന്നു, മൃദംഗവും അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ ആ ശൈലി ഒട്ടും മാറ്റാണ്ടാണ് പാടിയിട്ടുള്ളത്. എങ്ങനെയാണോ കഥകളിക്ക് പാടുന്നത് അതേപോലെ തന്നെയാണ് പാടിയിട്ടുള്ളത്. അതുകൊണ്ട് ആക്ഷേപങ്ങളൊന്നും വന്നിട്ടില്ല. അല്ലാണ്ട് അതിൻ്റെ ശൈലി മാറ്റിയിരുന്നു വെച്ചാൽ ഒരുപക്ഷെ ഈ പരമ്പരാഗത രീതിയിൽ ചിന്തിക്കണവരൊക്കെ ചിലപ്പോൾ അതിനെ എതിർക്കണുണ്ടാവാം. അതിപ്പോൾ അജിതാഹാരയൊക്കെ എല്ലാവരും പല രീതിയിലുള്ള റീമിക്സ് ചെയ്തിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അജിതാഹാരയ്ക്കും ഗുണമാണ്, കഥകളിക്കും ഗുണമാണ്, പാട്ടിനും ഗുണമാണ്. ഈ പറഞ്ഞ മാതിരി വേണ്ട രീതിയിൽ പാടിയാൽ, മോശമാക്കാതെ പാടിക്കഴിഞ്ഞാൽ. മീരയാണെങ്കിലും ഈ കൈകൊട്ടിക്കളി പാട്ടുകൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കവിതകൾ വരെ പാടുന്നുണ്ട്. അപ്പം ഒരു രംഗവും വിടുന്നില്ല. പണ്ട് മുതലേ ചെയ്ത് വരുന്നൊരു ഏരിയാസാണ് അതൊക്കെ. കാവ്യാഞ്ജലി എന്ന് പറഞ്ഞാൽ ആകാശവാണിയിൽ ഞാൻ കാവ്യാഞ്ജലിക്ക് പാടാറുണ്ട് ഒരു ചെറുപ്പം +2 കാലഘട്ടം മുതലേ. അപ്പോൾ കവിതകളായിട്ടൊരു ബന്ധമുണ്ട്.
പിന്നെ ഞാൻ ഈ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്യുക, പലർക്ക് വേണ്ടി കമ്പോസ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കുറേ ഇഷ്ടങ്ങളും എനിക്കുണ്ട്. ഏതുതരം പാട്ടുകൾ കമ്പോസ്? എല്ലാതരം പാട്ടുകളും ഇപ്പോൾ കോമ്പറ്റീഷൻ ഐറ്റംസ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ കവിതയും ഇഷ്ടമേഖലയാണ്. ഇതിൻ്റെ ഒരു പുതിയ കാലത്തിൻ്റെ കൂടി മുഖങ്ങൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നിങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതാണ് പഴയ കാലത്തിൽ നിന്നുള്ളൊരു പ്രധാന വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പണ്ട് മറ്റൊരു രംഗത്തേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ്, അതിന് തടസ്സങ്ങൾ കൂടുതലാണ്. ഇനി അത് ചെയ്താൽ അത് ആളുകളെ കാണിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ നിങ്ങളുടെ ഇതെല്ലാം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ധാരാളം വ്യൂസ് ഉണ്ട്. നിങ്ങളും ഹസ്ബൻഡും കൂടി ചേർന്നിട്ടുള്ള ധാരാളം വീഡിയോകൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? അത് നല്ല രീതിയിലും മോശം രീതിയിലും വരാം. സോഷ്യൽ മീഡിയ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പൊതുവേ ഞങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബ് ഒരു ചാനലൊക്കെ തുടങ്ങുന്നത് കോവിഡ് സമയത്താണ്. അങ്ങനൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കുറേ ലൈവ് പ്രോഗ്രാംസ് ചെയ്തതിൻ്റെ അതങ്ങനെ നീണ്ടു പോയി. ഞങ്ങളുടെ ലൈവ് ദിവസങ്ങളോളം കോവിഡ് നീണ്ടുള്ള പോലെ ഞങ്ങളുടെ ലൈവുകളും നീണ്ടു. അപ്പോൾ അത് കുറേ പേര് അന്ന് ഭയങ്കര ആശ്വാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞവരുമുണ്ട്. ഞങ്ങൾക്ക് വേറെ പണി ഉണ്ടായിരുന്നില്ലേ എന്നുള്ള പോലെ ചോദിച്ചവരുണ്ട്. അതും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പഠനത്തിൻ്റെ ഭാഗമാക്കി ഓരോ ദിവസം ഓരോ ടോപ്പിക്കുകൾ എടുത്തിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ പൊതുവെ ഞാൻ ഇത്ര കാലം പാടിയിട്ടും ആൾക്കാർ ചിലപ്പോൾ എന്നോട് പറയാം ലൈവിൽ പാടിയിരുന്ന ആൾ എന്ന് പറയും. ഇപ്പോൾ ദീപയെടുത്തി മോജോയിൽ പാടുന്ന ദീപയെടുത്തി എത്ര വർഷം മുമ്പേ കഥകളിക്ക് പാടുന്ന ആളാണ്. പക്ഷെ ആ സ്വാധീനം ഭയങ്കരമാണ്. മോജോയിൽ പാടിയ പദങ്ങൾ എടുത്ത് ചോദിക്കും. ഇപ്പോൾ കച്ചേരിക്കൊക്കെ ചെന്നാൽ ഇതിനോടൊരു ബന്ധമില്ലാത്ത ആൾക്കാർ പോലും കാതരമിഴിമാർ പാടുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ. കഥകളിപ്പതാന്ന് അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, മോജോലത്തെ പാട്ടാണേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം എന്നോട് ചോദിക്കാറുണ്ട് എന്താ പറയുക ലൈവിൽ അന്ന് പാടിയ പാട്ടില്ലേ. അപ്പം അവർ ലൈവിൽ അത്രയും കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു കുറേ കാലം മുമ്പേ പാടി വന്നിരുന്ന പലതിനേക്കാളും എടുത്തു ചോദിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. അത്ര സ്വാധീനം ഉണ്ട്. യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾ ആ കാര്യത്തിൽ അത്ര ആക്റ്റീവ് ഒന്നല്ല. അതിൽ അപ്ലോഡ് ചെയ്യുക, പൊതുവേ ഞങ്ങളുടെ ഏതെങ്കിലും വീഡിയോസ് വേറെ ആരെങ്കിലും ആണ് അതിൽ പോസ്റ്റ് ചെയ്യലൊക്കെ ചെയ്യലൊക്കെ. പൊതുവെ എനിക്ക് കുറേ മടിയുണ്ട്. ആ മടികളിൽ പെട്ടതാണ് അതൊക്കെ. പക്ഷേ ഈ മടിയൊക്കെ ഉള്ള ആൾക്കാരും സിനിമയിലൊക്കെ അത്യാവശ്യം പാടുന്നുണ്ടല്ലേ? വളരെ കുറച്ചാണെങ്കിലും പാടിയിട്ടുണ്ട്. ലൂക്ക എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിട്ടുണ്ട്. ടോവിനോ സോപാനത്തിലല്ലേ? ശ്രീവത്സൻ സാറിൻ്റെ ഒരു സ്വാധീനം അതിലുണ്ട്. സാറിൻ്റെ 2-3 സിനിമകൾക്ക് സാറിൻ്റെ ഒരുപാട് വർക്കുകൾക്കും പാടാൻ പറ്റിയിട്ടുണ്ട്. സിനിമ പോലെ തന്നെ അങ്ങനെയുള്ള കുറേ വർക്കുകൾ ചെയ്യും. മനോരമയുടെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീവത്സനും മറ്റേ ജെയ്സൺ ജെ നായരും നിങ്ങളും കൂടിയുള്ള നല്ല വീഡിയോ കണ്ടിട്ടുണ്ട്. സിനിമകളൊക്കെ അതും ഈ പറഞ്ഞ പോലെ കഥകളി പോലെ തന്നെയാണ്. ഞാൻ സിനിമാ പാട്ട് അങ്ങനെ ഒരു മോഹം വെച്ചിരുന്നിട്ടൊന്നുമില്ല. ഒരു അവസരം കിട്ടി, അപ്പോൾ അതിൽ പാടി. അപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു, അപ്പോൾ അതിൽ പാടി. ഞാൻ അതിനായിട്ട് ഇങ്ങനെ സിനിമയ്ക്ക് പാടാനായിട്ട് അങ്ങനെ ഒരു പ്രവർത്തനമൊന്നുമില്ല. വിദേശ പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ടാവുമോ കഥകളി സംഗീതമായിട്ട്? അല്ല, ഞാൻ വിദേശത്തേക്ക് പോയിട്ടില്ല. കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ട്, അത്രയും. കഥകളിക്ക് കേരളത്തിലുള്ളതുപോലെ തന്നെ ആസ്വാദകർ, അതിൽ കൂടുതൽ ആരാധകർ ആണെങ്കിൽ വിദേശത്തൊക്കെ ഉണ്ടെന്ന് പറയാം. ഗോപിയാശാനൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ പൊതിയല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോഴും വനിതകളെ പുറത്തേക്ക് വിളിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഫോറിൻ പ്രോഗ്രാംസ് ഒക്കെ ആകുമ്പോൾ സീനിയർ കലാകാരന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളൊക്കെയാണല്ലോ പോവുക. അത് മൊത്തം ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പാകും. പാട്ടുകാരും അപ്പോൾ അവരെന്നെയായിരിക്കും. ലേഡീസ് അതിൽ ഉൾപ്പെടുന്നത് വളരെ കുറവാണ്. നമ്മുടെ ഈ പുതുതായിട്ടിപ്പോൾ സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് തോന്നാവുന്ന ഒരു കൺഫ്യൂഷനാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കർണാടക സംഗീതം പഠിക്കുന്നു, അങ്ങനെ കർണാടക സംഗീതം മാത്രം പഠിച്ച ഒരാൾക്ക് ഒരു കഥകളി സിംഗറായിട്ട് വരാൻ പറ്റുമോ? അയാൾ കഥകളി സംഗീതം വേറെ തന്നെ പഠിക്കണോ? ബേസ് ഉണ്ടാവണം. കർണാട്ടിക് പഠന രീതിയൊക്കെ വ്യത്യാസമാണ്. രണ്ടിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഗത്തിനെ പഠിക്കുന്ന രീതിയാണെങ്കിലും അരങ്ങുകൾ എങ്ങനെയൊക്കെ ആ പാഠം പഠിക്കലാണ് കഥകളിയിൽ. കർണാട്ടിക്കിൽ ഓരോ രാഗത്തെ സൂക്ഷ്മമായിട്ട് പഠിക്കലാണ്
രണ്ടും തന്നെയാണ്. ഭാവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണല്ലോ കഥകളിയിൽ. അതെ അതെ. കർണാട്ടിക്കിൽ ഭക്തിക്കാണ് പ്രാധാന്യം. പിന്നെ ആ ജീവസ്വരങ്ങളിൽ ഊന്നിയിട്ടാണല്ലോ ഓരോ ഇതിൽ, അല്ല കർണാട്ടിക്കിലെ എല്ലാ ഇതിലും വരും. കഥകളി ആവുമ്പോൾ എന്താ ഓരോരോ ഭാവത്തിന് നടൻ്റെ അഭിനയത്തിനനുസരിച്ച് ഭാവത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് പാടുക. അതിൽ നവരസങ്ങളും ഉണ്ടാവും കഥകളി ആവുമ്പോൾ. മറ്റേത് ഭക്തിഭാവമാണ് അധികമെങ്കിൽ ഇതിലെല്ലാ ഭാവവും ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ആ നമ്മുടെ പാട്ടിൽ ആ ഭാവം വരണം. ഇപ്പോൾ വീരരസമാണെങ്കിൽ ആ വീരം വരുത്തി പാടണം, രൗദ്രഭാവമാണെങ്കിൽ ആ രൗദ്രം വരണം. അപ്പോൾ കാലപ്രമാണത്തിലും അതുപോലെ പാട്ടിൻ്റെ ഭാവത്തിലൊക്കെ മാറ്റം വരുത്തിയാലേ അത് നമുക്ക് വരുത്താൻ പറ്റുള്ളൂ. മറ്റേ നമുക്ക് സ്വതന്ത്രമായിട്ട് അങ്ങനെ പാടിയാൽ മതി കർണാട്ടിക്. അല്ല, അപ്പോൾ കഥകളി സംഗീതമായിട്ട് തന്നെ കുറച്ച് പഠിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലേ? അത് തീർച്ചയായിട്ടും വേണം. പഠിക്കും വേണം, കുറേ അരങ്ങ് പരിചയം ഞങ്ങളൊക്കെ വേണം, കാണും ഒക്കെ വേണം. വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് കഥകളിക്ക് പാടാൻ പറ്റില്ലയാണ്. കർണാടക സംഗീതം സ്വന്തം പ്രാക്ടീസ് ഉണ്ട്. മനോധർമ്മം സ്വന്തമായിട്ട് പ്രയോഗിക്കാറായ അത്യാവശ്യം കണ്ട് ശീലമുള്ള ഒരാൾക്ക് കച്ചേരികൾ ചെയ്യാൻ പറ്റും. കർണാട്ടിക് അവനവൻ്റെ തൊണ്ട വെച്ച് മനോധർമ്മമുള്ള ഒരാൾക്ക്. കഥകളി ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് അരങ്ങത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ബോധ്യമുള്ള ഒരാൾക്ക് അരങ്ങത്ത് പാടാൻ പറ്റുള്ളൂ. അതാണ്. പിന്നെ സാഹിത്യത്തിനും പ്രാധാന്യം ഉണ്ടല്ലോ. കഥകളി ആകുമ്പോൾ സാഹിത്യത്തിന് നല്ല, ഇപ്പോൾ ആ നടൻ മുദ്ര കാണിക്കുമ്പോൾ അത് നമ്മൾ എടുത്ത് പാടുമ്പോൾ ആ കാണിക്കണേനൊരു അനുഭവം കൂടും. ആ പഠിച്ചത് അങ്ങോട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ലേ. നടൻ ചെയ്യുമ്പോൾ ആ മുദ്രയ്ക്ക് അപ്പം നമ്മൾ ആ വാക്ക് പറയുകയാണെങ്കിൽ അവിടെ കൂടുതൽ അനുഭവം ഉണ്ടാവും ചെയ്യണേന്. ആക്ച്വലി ഇപ്പം നമ്മളെ കലോത്സവത്തിലൊക്കെ നടക്കുന്നത് ഈ പഠിച്ചത് പാടലാണല്ലോ അല്ലേ? അവരവിടെ വന്നിട്ട് നേരെ അങ്ങ് പാടുകയല്ലേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് പല കുട്ടികൾക്കും പ്രചോദനമാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ആദ്യത്തെ ഒരു അനുഭവം അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം ഞാനായാലും സ്കൂൾ മത്സരങ്ങളിലൊക്കെ പാടിയിട്ട് നമുക്ക് ഈ കഥകളിയിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് കടന്നു വരാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഇപ്പം പാരമ്പര്യമായിട്ട് നമുക്കിപ്പോൾ ഒരു കഥകളി കുടുംബമോ കഥകളി കണ്ട് പരിചയമൊന്നും ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെയാണ്. അല്ല, ആ മത്സരം ഇപ്പം പറഞ്ഞ പോലെ ഒരു ഇംപ്രവൈസേഷനുള്ളൊരു സാധ്യത കൊടുക്കുന്നില്ല. കൃത്യം 10 മിനിറ്റിലേക്കുള്ള സാധനം എന്താണ് പഠിച്ചത് അത് നേരെ വന്ന് പാടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. സമയം അധികമായ പിന്നെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുമല്ലോ. നിങ്ങളുടെ പുറകെ കുറച്ച് പിള്ളേർ ഇപ്പോൾ വനിതാ ശബ്ദങ്ങൾ കേട്ട് തുടങ്ങുന്നുണ്ട് കുറച്ചുകൂടി സജീവമായിട്ട്. ഈഷമ രാജ, ദ്രിജ വർമ്മ, മിഥില മാടശ്ശേരി, ആരുണി ജയൻ, അങ്ങനെയുള്ള കുറച്ച് ആളുകളൊക്കെ ഇപ്പം സജീവമായി വരുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പിക്കാം എനിക്ക് തോന്നുന്നു. കാരണം ഈ രംഗത്ത് നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു സാധ്യത കണ്ടു, അതാണ് പ്രധാന കാര്യം. അപ്പോൾ ഇപ്പോൾ കലാമണ്ഡലത്തിലൊക്കെ കൂടുതൽ കുട്ടികൾ കഥകളി സംഗീതം പഠിക്കാൻ വരുന്നതായിട്ട് അറിവുണ്ടോ? നിങ്ങളുടെ കീഴിൽ പഠിക്കാൻ വരുന്നവർ കൂടുതലാണോ? കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ട്, പെൺകുട്ടികൾ പഠിക്കുന്നവരുണ്ട്. അതല്ലാണ്ട് പ്രൈവറ്റായിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ കുറച്ച് പേര് ഹസ്ബൻഡിൻ്റെ അടുത്ത് പഠിക്കണവരുണ്ട്. അതിനു മുൻപും പാടിയിരുന്നവരുണ്ട്, പലപ്പോഴായിട്ട് പാടുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കഥകളിയിൽ പലരും നിൽക്കാത്തതുകൊണ്ട് പലരുടെയും പേര് നമ്മൾ അറിയണില്ല എന്ന് മാത്രം. പാടുന്നവരുണ്ട്. പിന്നെ അതിപ്പോൾ എല്ലാ കഥകളും പാടാറാവുക അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ അതിൽ വരുമല്ലോ. അപ്പോൾ പലരുടെയും പേരുകൾ നമ്മൾ അറിയണില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വേഷം ഒക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവെ കുറവാണ്, കഥകളിയിൽ വരുന്നത് കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. പെൺകുട്ടികൾ വേഷമൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പല വേഷങ്ങൾ ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പല വേഷങ്ങളും പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര അനുസരിച്ച് പാട്ടുകാർ കുറവാണ്. അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഒരു ഘടകമാണ്. പാട്ടുണ്ടാവൽ മാത്രമല്ലല്ലോ, അരങ്ങത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ചിലത് എന്താ പറയുക, ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഐഡിയ ഉണ്ടാവുക. ഇപ്പോൾ ഒരു പദം തന്നെ ഇപ്പോൾ പലരും 4 or 5 തരത്തിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ 5 തരവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടി വരും അവരെന്താ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ പിന്നെ പഠിച്ചു വരുന്നവർ മാത്രമല്ല, അരങ്ങിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞാലേ പാടാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേഷക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഇങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റും കുറേയൊക്കെ അരങ്ങത്ത് പഠിച്ചു കഴിഞ്ഞാൽ. മറ്റത് അതല്ല എന്നുള്ളതായിരിക്കും നല്ല റിസ്ക് എടുക്കേണ്ടി വരും. അതായിരിക്കും. അല്ല, അപ്പം ഞാനും ആ കാര്യത്തിൽ ഇപ്പോൾ പലപ്പോഴും ഒരു അരങ്ങത്ത് പാടിക്കഴിഞ്ഞാൽ
കുറേ ഗ്യാപ്പൊക്കെ വരും ഒരു കഥ പാടാൻ. 1-2 കൊല്ലോ ഒക്കെ കഴിഞ്ഞിട്ടാവും ആ കഥ വീണ്ടും പാടേണ്ടി വരിക. എന്നെ സംബന്ധിച്ച് വീണ്ടും എനിക്കത് ഒരുപാട് റിവൈസ് ചെയ്യേണ്ടിയൊക്കെ വരും. ഒരു കഥ ഒരു പ്രാവശ്യം പാടിയാൽ 3-4 കൊല്ലം കഴിഞ്ഞിട്ടാവും ആ കഥ ചിലപ്പോൾ ആവർത്തിച്ച് പാടേണ്ടി വരിക. അതൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. കഥകളി പാട്ടുകൾ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ എഴുതി അവതരിപ്പിച്ച് അങ്ങനെ ചെയ്യാറുണ്ടോ? നേരത്തെ ഉള്ള പാട്ടുകളല്ലാതെ സ്വന്തം നിലയിൽ പാട്ട്? ഒരു കഥയ്ക്ക് സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, നചികേതസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ആട്ടക്കഥ, രാധാമാധവൻ എഴുതിയൊരു ആട്ടക്കഥയ്ക്ക് സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഒരു കഥകളി സാഹിത്യം എഴുതുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. ആട്ടക്കഥ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാഹിത്യത്തിൻ്റെ സ്കില്ലുള്ളവർക്ക് കുറച്ചും കൂടി. ഈ രാഗങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അപ്പം പലതരം രാഗങ്ങൾ. നിങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ കോമൺ ആയിട്ട് താല്പര്യം തോന്നുന്ന രാഗങ്ങൾ പ്രത്യേകിച്ച് ഏതെങ്കിലും, അല്ലെങ്കിൽ അതിൽ? എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഡിഫറെൻ്റ് ആവും. മിക്കവാറും ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്. മീരയ്ക്ക് കർണാട്ടിക്കിലുള്ള കുറച്ച് രാഗങ്ങൾ അധികം ഇഷ്ടമുണ്ടാവി. ഇപ്പൊ ഹരഹരപ്രിയ മീരയ്ക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കത് അത്ര ഇഷ്ടമല്ല. കല്യാണിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കല്യാണി ഇപ്പൊ ഇഷ്ടമാണ്. കല്യാണി ഇഷ്ടമാണ്. പൊതുവെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഭയങ്കര ഡിഫറൻസ് ആണ്. കരഹരപ്രിയ ടൈപ്പ് അല്ലേ അതാങ്കി, അങ്ങനത്തെ കുറെ രാഗങ്ങള് മീരയ്ക്ക് ഇഷ്ടം. എനിക്കതൊന്നും അത്ര ചിലപ്പോ. ഏതാ കൂടുതൽ ഇഷ്ടമുള്ള? എനിക്ക് കുറച്ച് ട്രഡീഷണൽ ആയ തോടി, കാമ്പോജി, അങ്ങനത്തെ ശങ്കരാഭരണം, അങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടമാണ്. ഒരുവിധം കുറേ രാഗങ്ങളൊക്കെ കുറേ ഇഷ്ടമാണ്. ചില രാഗങ്ങൾ പൊതുവെ ഞങ്ങൾ ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ ഈ പറഞ്ഞ വ്യത്യാസങ്ങളിങ്ങനെ വരാറുണ്ട്. അത് ഞങ്ങൾ പറയാറുണ്ട്. ഞാനിടുന്ന ലിസ്റ്റ് ആവില്ല കച്ചേരിക്കൊക്കെ. ദിവെടുത്തിടുന്നത് വേറെ ടൈപ്പായിരിക്കും, ഞാനിടുന്നത് വേറെ ടൈപ്പായിരിക്കും. ചിലപ്പോൾ അതാവും ഈ ഓപ്പോസിറ്റ് അട്രാക്ട്സ് അറിയില്ലേ, ചിലപ്പോൾ അതാവും. ഞങ്ങളെല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിഫറൻസാണ്. ഈ വൈരുദ്ധ്യമാണ് ഈ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ചില പദങ്ങളൊക്കെ ഇപ്പൊ കിം കിം മഹോ സഖി എന്നുള്ള പദം അത് മീരയ്ക്ക് നല്ല ഇഷ്ടമാണ്. ചുഷായത്തിലേക്കുള്ള പദങ്ങളൊക്കെ മീരയ്ക്ക് നല്ല. എനിക്കെന്തോ അതത്ര ലിസ്റ്റ് വന്നാൽ മാത്രമേ ഞാൻ പാടാറുള്ളൂ, അല്ലാണ്ട് സെലക്ട് ചെയ്ത് വെക്കാറില്ല. കാരണമൊന്നുമില്ല, നമുക്കെന്തോ അതിനോടൊരു അത് എന്തോ ഒരു ജോൺപുരി കർണാട്ടിക് നല്ല പഠിക്കുക, ജോൺപുരി പാടുന്നത് ശരിയാവണില്ലേ എന്നിങ്ങനെ തോന്നുകയാണ്. കർണാട്ടിക്കൊന്നും അധികം പഠിക്കാത്തതുകൊണ്ട് വ്യത്യാസം വരുന്നുണ്ട്. പാടുമ്പോൾ ശരിക്കും ജോൺപുരി ആവണില്ല എന്നൊരു തോന്നലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കളിക്കാൻ പ്രശ്നമില്ല. കളിക്ക് പാടുമ്പോൾ അത് നടന് വേണ്ടി പാടുകയാണല്ലോ, അപ്പം അത് ശ്രദ്ധിക്കാറില്ല. കച്ചേരിക്ക് പാടുമ്പോഴാണ് ഒന്നുകൂടി ശ്രദ്ധിക്കണല്ലോ. കർണാടക സംഗീത കച്ചേരി എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടുണ്ട് തന്നെയുള്ളൂ. അത്ര അധികം പഠിച്ചിട്ടുമില്ല, കുറച്ചൊക്കെ ചെയ്തു നോക്കാനുള്ള ധൈര്യം വന്നിട്ടില്ല. അധികം കഥകളി തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. പഠിച്ചിട്ടുണ്ട്, കഥകളിക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഈ കഥകളിപ്പത കച്ചേരികൾ കേരളത്തിന് പുറത്തൊക്കെ എത്രത്തോളം പോപ്പുലറാണ് ഇപ്പോൾ? ഉണ്ട്. ഇപ്പം ഞങ്ങൾ ബോംബെയിൽ ചെയ്തിട്ടുണ്ട്. കച്ചേരികൾ കുറച്ചും കൂടി സംഘാടനം നടക്കുന്നുണ്ട്. അല്ല, അപ്പോൾ അത് ചെയ്യുന്ന സമയത്തെ ഇപ്പം രാഗങ്ങളുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ചില പദങ്ങൾക്കും വലിയ ഡിമാൻഡ് ആയിരിക്കുമല്ലോ. അത് തന്നെ പാടണം എന്നുള്ള നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അല്ല, ആൾക്കാർ പൊതുവെ പാടിക്കേൾക്കുന്ന പദങ്ങൾ തന്നെയായിരിക്കും പ്രിഫർ ചെയ്യുക. നമുക്ക് ചിലപ്പോൾ അജിതാഹരം പാടുന്നല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട എല്ലാത്തിനും പാടുമല്ലോ. പക്ഷെ അജിതാഹരെ പാടിയില്ലെങ്കിൽ ആരും സമ്മതിക്കില്ലേ, ലിസ്റ്റ് വരും അജിതാഹര. അപ്പോൾ അതെന്താ വെച്ചാൽ ഓഡിയൻസ് വ്യത്യസ്തമാണല്ലോ. നമുക്കതെന്നും പാടിയിട്ട് മടുക്കണതാണ്, ഓഡിയൻസിന് അത് പുതുമയായിരിക്കും. അപ്പോൾ നമുക്ക് പാടാതിരിക്കാൻ പറ്റില്ല. ജനകീയമായിട്ടുള്ള പദങ്ങളൊക്കെ എങ്ങനെയാലും പാടേണ്ടി വരും. നമ്മൾ വേണ്ടെന്ന് ആവശ്യപ്പെടാറും കച്ചേരികൾക്ക് വെറൈറ്റി വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നേ ഉള്ളൂ. ആളുകൾക്ക് എപ്പോഴും ജനകീയമായി തന്നെ വേണം. പിന്നെ ഇപ്പോൾ ചില ഇപ്പോൾ ദീപെടുത്തി പാടുന്ന ചില ഐറ്റംസ് പാടുമ്പോൾ വരുന്ന ചില സ്റ്റൈലുകളുണ്ടല്ലോ, അവരത് പാടാൻ പറയും. അപ്പോൾ കുർപ്പാശാൻ ചില രാഗം അത് ബ്രാക്കറ്റിൽ ആ രാഗം എഴുതിയിട്ടുണ്ടാവും, ആശാൻ പാടുന്ന രാഗത്തിൽ തന്നെ വേണം എന്നുള്ളത്. ഇപ്പോൾ ഒളിവിലുണ്ടോ 4-ാം ദിവസത്തിലെ ബാഹുവിൻ്റെ പദം ബ്രാക്കറ്റിൽ കാനഡ എന്ന് എഴുതിയിട്ടുണ്ടാവും, കാനഡയിൽ തന്നെ പാടണം. അങ്ങനെ എഴുതി തരുമോ? അങ്ങനെ എഴുതും. ചിലപ്പോൾ ആശാൻ പാടുന്ന അത് വേറെ അങ്ങനെയൊന്നും ആരും പാടാറില്ല, അപ്പോൾ അതങ്ങനെ ലിസ്റ്റിലെഴുതും. ഈ കഥകളിയുടെ കാര്യത്തിൽ ഇപ്പോൾ ചിലപ്പോൾ പെർഫോമറേക്കാളും അറിവും ആസ്വാദനവും അനുഭവമുള്ളവരും ഓഡിയൻസിൻ്റെ ഭാഗത്തിരിക്കുന്നുണ്ടാവുക. പണ്ട് മുതലേ കഥകളി കണ്ടിട്ടും അറിഞ്ഞിട്ടും അങ്ങനെയുള്ള ഓഡിയൻസാവും ഇരിക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ
കയറിയിട്ടേ ഉള്ളൂ. നമുക്ക് അനുഭവമാണെങ്കിലും അറിവാണെങ്കിലും അത്രയേ ഉള്ളൂ. കണ്ട അനുഭവം ധാരാളം ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ഓഡിയൻസിൻ്റെ മുമ്പിലാണ് നമ്മൾ കഥകളി അവതരണം നടത്തണേ. അപ്പോൾ അല്ല, അതാണ് ആദ്യം പറഞ്ഞതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നൊരു കാര്യം. അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ പെർഫോം ചെയ്ത് വിജയിക്കുക എന്നുള്ളതാണ് ഒരു വനിതകൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി അല്ലേ? വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ വെല്ലുവിളി നിങ്ങൾ അതിജീവിച്ചു എന്ന് തന്നെയാണ് ഇപ്പം പറയേണ്ടത് അല്ലേ? അങ്ങനെയുള്ള ഈ പഴയ ആളുകൾ പലരും ചിലപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചിട്ടുണ്ടാവുമോ, പറഞ്ഞിട്ടുണ്ടാവുമോ? ഫീൽഡിൽ നിന്ന് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളല്ല, നമ്മൾ സ്വയം നമ്മളിങ്ങനെ മെച്ചപ്പെടുത്താനുള്ളൊരു പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാവാറുണ്ട്, കയ്യിൽ നിന്ന് പോവാറുണ്ട്, ചിലപ്പോൾ വിചാരിക്കാതെ നന്നാവാറുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കഥകളി അരങ്ങുകൾ. പലപ്പോഴും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ മൊത്തം ചേരുമ്പോഴത്തൊരു നന്നാവല്, ചിലപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോണൊരവസ്ഥ. ഓരോ ദിവസഫലം. അതെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് തന്നെ വേണമെന്ന് നിർബന്ധപൂർവ്വം വിളിക്കുന്ന ആളുകളും ഉണ്ടാവും, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിളിക്കുന്ന പ്രോഗ്രാമുകളും ഉണ്ടാവില്ലേ? അങ്ങനെ ചിലത് പറയാറുണ്ട്. ചിലതിപ്പോൾ ദീപെടുത്തിയെ വിളിക്കുമ്പോൾ മീര വേണം എന്ന് പറയണതിൽ ഞാൻ പോകാറുണ്ട്. ചിലത് അങ്ങനെ എല്ലാവരുടെയും ഉണ്ടാവാറുണ്ട്. പലരും പാടാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കൂടെ പാടുന്ന ചിലരുണ്ട്. അപ്പം ഞാൻ ശരിക്കും ഒരു 10 വർഷത്തോളം ദീപെടുത്തിയുടെ കൂടെ പാടി തുടങ്ങി. ഏതാണ്ട് ഒരു 10 വർഷത്തോളം ഞാൻ ദീപെടുത്തിയുടെ കൂടെ തന്നെ പാടുന്നൊരു, അന്ന് ചിലപ്പോൾ ഇവരൊന്നും വരാത്തൊരു കാലം ഉണ്ടായിരുന്നു. അടുപ്പിച്ച് ഒരുപാട് കാലം ശരി. പിന്നെയാണ് ഈ കുട്ടികളൊക്കെ പാടി തുടങ്ങി. കുട്ടികളെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അവരെ. ഇപ്പോൾ അവർ എന്നെക്കാളൊക്കെ ഒരുപാട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പഠിക്കണ കുട്ടികളുണ്ട്. ഇപ്പോൾ ദീപെടുത്തിയുടെ അടുത്ത് തന്നെ പഠിക്കുന്നവരുണ്ട്. അവരൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ പൊന്നാനി പാടേണ്ട ഒരാവശ്യം വരുന്നത്. അതുവരെ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ കൂടെ പാട്ടുകാരിയായിട്ട് പാടുന്നൊരു, പിന്നെ ഏതാണ്ട് ഒരു 10 വർഷക്കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വന്നപ്പോഴാണ് ഞാൻ പെർഫോം വെച്ചാൽ പൊന്നാനി പാടുക അല്ലെങ്കിൽ മെയിൻ പാടുന്നൊരു ഇതാണ്. അതുവരെ ഞങ്ങളിങ്ങനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്കാളും കുറേ കച്ചേരികൾ അന്ന് ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഈ മീഡിയ ഒക്കെ ഇല്ലാതിരുന്നൊരു കാലം കുറച്ചും കൂടി ആസ്വദിച്ച് പാടാൻ പറ്റിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് സത്യമായിട്ടും. അന്നത്തെ കുറേ കച്ചേരികളുടെ വീഡിയോസ്, ചില ഓഡിയോസൊക്കെ കേൾക്കുമ്പോഴേ കുറച്ചും കൂടി നന്നായിട്ട് ഫ്രീഡം, നല്ല ഇത് പലപ്പോഴും അന്നൊക്കെ ഈ കാസറ്റുകൾ എനിക്കങ്ങനെ തോന്നാറുണ്ട്. പലപ്പോഴും അങ്ങനെ അറിയപ്പെടാത്തൊരു കാലം വേണം ഒരു ആർട്ടിസ്റ്റിന്. സ്വയം തെറ്റിയിട്ടും അനുഭവിച്ച് പഠിക്കാനുള്ളൊരു കാലം. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അരങ്ങത്ത് ദീപെടുത്തി ഇപ്പോൾ കുറേ മുമ്പ് പാടി തുടങ്ങിയിരുന്നു. വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ നമ്മൾ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്കവിടെ തെറ്റാതെ ഈ സംഭവം ഒന്ന് കഴിച്ചു കൂട്ടി കിട്ടണമെന്നേ മനസ്സിലുണ്ടാവുള്ളൂ. നമ്മൾ ഈ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തെറ്റി പഠിക്കാനുള്ളൊരു കാലം കിട്ടിയിട്ടില്ല എന്നെ സംബന്ധിച്ചിട്ടോ. ഒരു കുറേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടെ പാടുന്നൊരു കാലം, അതൊരു എൻജോയ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല. പലപ്പോഴും ഭയങ്കര ടെൻഷൻ അനുഭവിച്ച് പാടേണ്ടി വരുന്നുണ്ട്. വലിയവർക്ക് പാടുക എന്ന് പറഞ്ഞാൽ അതാണ് ഈ ബുദ്ധിമുട്ടേ. പറയാൻ എളുപ്പമാണ്, നമ്മൾ അനുഭവിക്കണത് പലപ്പോഴും ആദ്യമായിട്ടാവും ചിലപ്പോൾ ആ ഭാഗം പാടുണ്ടാവുക. ഞാൻ എൻ്റെ അനുഭവമായിട്ടോ പറഞ്ഞത്. ദീപെടുത്തിക്ക് കുറച്ചും കൂടിയും പാടിയിട്ടുള്ളൊരു അനുഭവം ഉണ്ട്. അവർക്ക് പാടുമ്പോൾ പക്ഷെ ടെൻഷൻ അത്ര തോന്നില്ല. ടെൻഷൻ തോന്നില്ല എന്നല്ല, കറക്റ്റ് മുദ്രകളും കറക്റ്റ് കണക്കും നമുക്ക് ആ ലെങ്ത്തൊക്കെ കൃത്യമായിട്ട് അറിയേ മനസ്സിലാവും. അപ്പോൾ അരങ്ങത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് വരരുത് എന്നുള്ളൊരിതിൽ മാത്രമാണ് നമ്മൾ നിൽക്കണേ. അപ്പോൾ അവിടെ ആ ഒരു സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് നിൽക്കുക. ആശാന്മാരായിരിക്കുമോ ഇപ്പോൾ സീനിയേഴ്സിന് പാടുമ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല, നമ്മൾ സ്വയം ഒരു ചലഞ്ചാണ്. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എനിക്ക്. ഒറ്റയ്ക്കായിട്ടും കൂട്ടായിട്ടും നിങ്ങൾ ആ ചലഞ്ചുമായി ഇനിയും ഒരുപാട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. വളരെ നന്ദി.
തിലക നിൻ കദ്ര